അതിനെക്കുറിച്ച് വാപ്പാ ഉമ്മ ആഖിറത്തിൽ നിങ്ങളോട് ചോദ്യമുണ്ടാകും. വാപ്പ കയറൂരി വിട്ടിരിക്കാൻ മോനെ, അവള് പോവാ, ബൈക്ക് കൊടുത്തോണ്ട് ഞങ്ങളും പോകാം. ആര് ചോദിക്കാൻ? അവൻ പോയി, ആര് ചോദിക്കാൻ? കഞ്ചാവ് അടിച്ച് അവിടെ കിടക്കുന്നു. ചാവുമ്പം പള്ളി കൊണ്ടുവന്ന് വെക്കും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹുമ്മ ഗഫിർ ലഹു വർഹംഹു, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന. കഞ്ചാവ് അടിച്ചത്തവനാ, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗം കൊട്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, സ്വർഗ്ഗം കൊട്. പിന്നെ പോയിരുന്നു അവിടെ ഫാത്തിഹ, ഇവിടെ ഫാത്തിഹ, അവിടെ ദുആ, ഇവിടെ ദുആ. കഞ്ചാവ് അടിച്ചത്തവൻ, അല്ലാഹുവേ അല്ലാഹുവേ സ്വർഗ്ഗം കൊട്, സ്വർഗ്ഗം കൊട്, സ്വർഗ്ഗം കൊട്. നമ്മുടെ ഗതികേട്. പള്ളിയിൽ ജോലിയായിപ്പോയി. കഞ്ചാവ് അടിച്ച് ചത്തവനും ആത്മഹത്യ ചത്തവനും വെള്ളമടിച്ച് ചത്തവനും ഇതൊക്കെ ചത്തവനൊക്കെ ദുആരക്ക എന്നുള്ളത് നമ്മുടെ ഗതികേട്. അല്ലാണ്ട് വേറെന്താ ചെയ്യാൻ? നമ്മളിപ്പോൾ എല്ലാ പള്ളിക്കാർ പിരിച്ചുവിട്ട് നമ്മളിവനോടെ പോകും. അതുകൊണ്ട് കഷ്ടപ്പെട്ടൊക്കെ ഇച്ചിരിയൊക്കെ കണ്ണൊക്കെ അടച്ച് ഒക്കെ കടിച്ചു പിടിച്ചൊക്കെ ജീവിച്ചു പോകുന്നു. നമ്മുടെ ഗതികേട്. അല്ലെങ്കിൽ പള്ളി കമ്മിറ്റിക്കാരന്മാർക്ക് ബോധം ഉണ്ടാവണം. ഉസ്താദ് അങ്ങനെയുള്ളവർക്കൊന്നും നിങ്ങൾ ദ്വാരക്കണ്ടെന്ന് ഉസ്താദന്മാരുടെങ്കിലും വന്ന് പറയാനുള്ള ചങ്കൂറ്റവും തൻ്റെ ഇടമുള്ള പള്ളി കമ്മിറ്റിക്കാരന്മാരുണ്ടാവണം. കാരണം എങ്ങനെ പറയും? പ്രസിഡന്റിൻ്റെ അനിയൻ്റെ മോനല്ലേ വെള്ളമടിച്ച് ചത്തത്, പിന്നെ അയാൾക്ക് പറയാൻ പറ്റുമോ? അയാൾക്ക് പിന്നെ പറയാൻ പറ്റുമോ ഉസ്താദ് അവനോട് ദ്വാരക്കില്ലെന്ന് പറയാൻ പറ്റുമോ? പ്രസിഡന്റിൻ്റെ തല കാണത്തില്ല, അനിയൻ വന്ന് വെട്ടിക്കളയും. എൻ്റെ മോൻ ചത്ത് ദ്വാരക്കിടാന്ന് പറയാൻ പറ്റൂലല്ലോ. എന്ത് ചെയ്യാൻ പറ്റും? കാരണം കാലഘട്ടം അങ്ങനെയാണ്. ഇവിടെ ഉസ്താദന്മാരെന്ത്, ഞങ്ങളിപ്പോൾ എല്ലാം നമ്മളെ പള്ളിയിൽ നിന്ന് പിരിച്ചു വിട്ട് നമ്മളെന്ത് ചെയ്യും? ഒരാൾക്ക് വേണ്ടി നമ്മളിപ്പോൾ ഇറങ്ങി പോകാൻ ബാക്കിയുള്ള ഉമ്മത്തിന് ദഅവത്ത് ചെയ്യുന്നവരാ. അതുകൊണ്ട് പിന്നെ എല്ലാം കണ്ടു കണ്ടു കണ്ടില്ല, കേട്ടു കേട്ടു കേട്ടില്ല, അത്രയും തന്നെ. ആ ജിസ്റ്റിൽ അങ്ങനെ പോകും. ഉലമാക്കൾ അൽ ഉലമാ വൽ ഉമറ രണ്ടുപേരും നന്നായെങ്കിൽ സമുദായം നന്നാവൂ. ഉലമാക്കൾ നന്നാവണം, ഉമറാക്കൾ നന്നാവണം. ഞങ്ങൾ മാത്രം നന്നായതുകൊണ്ട് കാര്യമാവില്ല. നമ്മളെ ഭരിക്കുന്ന കമ്മിറ്റിക്കാർ നന്നാവണം. ഭരണം പരിപാലന സമിതിയൊന്നുമല്ല, ഒരു പരിപാലനമല്ല, ഭരണസമിതി തന്നെ എഴുതി വെച്ചോളി. ആരാ പള്ളി പരിപാലിക്കുന്ന? ഏത് സെക്രട്ടറിയാണ് പള്ളിയിലത്തെ കക്കൂസ് കഴിയുക? ഒന്ന് കൈപൊക്ക്. പള്ളിയിലെ കക്കൂസ് കഴിയുക സെക്രട്ടറിയോടുണ്ടോ? ഈ മജ്ലിസിലുണ്ടോ? പള്ളിയിലെ കക്കൂസ് കഴിയുക പ്രസിഡന്റ് ഉണ്ടോ? ഒന്ന് കൈപൊക്ക് നോക്കട്ടെ. അൽഹംദുലില്ലാ. ഏതാ ഉപ്പ? ഒരു ഉപ്പ വക്കി. എനിക്ക് അഭിമാനത്തോടെ പറയണം. മാഷാ അല്ലാഹ്, മാഷാ അല്ലാഹ്. ഉസ്താദ് തന്നെ സന്തോഷിക്കുന്നു. മാഷാ അല്ലാഹ്. പള്ളിയിലത്തെ ഒരു പ്രസിഡന്റ് സെക്രട്ടറി കക്കൂസ് കഴിയെന്ന് പറഞ്ഞാൽ അത്ഭുതമാണ്. അതാണ് പരിപാലന. ഖിദ്മത്ത് എന്ന് പറഞ്ഞതാണ്. ഇത് ഖിദ്മത്ത് എന്ന് പറഞ്ഞതാണ്. ഓരോ കക്കൂസും പള്ളിയിലത്തൊക്കെ ബാത്റൂമൊക്കെ കയറി നോക്ക്. മനുഷ്യന് നമ്മൾ നൂറേന്ന് ഫയർഫോഴ്സ് അടിച്ച് പോകുന്നത് അവിടെ. ഇത് ആ കക്കൂസിന്റെ ക്ലോസറ്റ് കാണുമ്പോൾ എല്ലാം ഡിലീറ്റ് ആയി പോകും അകത്തൂടെ തന്നെ. ഒന്നും പുറത്തേക്ക് വരില്ല. ആ കക്കൂസിന്റെ കോലം കണ്ടാൽ ആരെങ്കിലും തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഒറ്റ ബാത്റൂമുകൾ കയറി നോക്ക്, ഒരെണ്ണത്തിനും കുറ്റിയില്ല. ഒരു ബാത്റൂമിന് കുറ്റിയില്ല. ഇത് പള്ളി കമ്മിറ്റിക്കാരെ നോക്കണ്ടേ, അന്വേഷിക്കണ്ടേ? ബക്കറ്റില്ല. ആ ബക്കറ്റിന്റെ കോലം കാണാൻ അടിയിൽ കൂടെ വെള്ളം പോവും, സൈഡിൽ കൂടെ വെള്ളം പോവും. പൈപ്പ് തുറന്നു വിട്ടാൽ അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ വെള്ളം പോവാണ്. ഇതൊക്കെ നോക്കട്ടെ, എത്ര വെള്ളം വേസ്റ്റ് ആയിട്ട് പോകുന്നത്. ഒരു നല്ലൊരു ബക്കറ്റ് ഒരു മഗ്ഗും വാങ്ങി വെച്ചൂടെ? ആരുടെ എന്തിനാ നിങ്ങളെ പള്ളി കമ്മിറ്റി കയറ്റിയിരുത്തുന്നത്? ഉസ്താദ്മാരെ ഭരിക്കാൻ. അല്ല പിന്നെ വേറെന്താ? വേറെ നിങ്ങളെ കമ്മിറ്റി കയറ്റി വെച്ചിരിക്കുന്നത് അതിനല്ലേ? ഉസ്താദെ ഇവിടെ പോയി ഇന്നലെ കണ്ടില്ലല്ലോ, ഇന്നലെ ലോഹറിന് കണ്ടില്ലല്ലോ, മിഞ്ഞാന്നുണ്ടല്ലോ. ഇയാൾ ലോഹർ സ്കെച്ചിന് 10 ദിവസമായി. കമ്മിറ്റിയാ മെയിൻ ആളാ. അത് വൈക്കരിച്ചിട്ട് 10 ദിവസമായി. ഇയാൾ ഉസ്താദിനെ അവിടെ കണ്ടല്ലോ. ആര് പറഞ്ഞപ്പോൾ? നിങ്ങൾ ആര് പറഞ്ഞു? അതൊക്കെ എനിക്ക് റിപ്പോർട്ട് കിട്ടും ഉസ്താദെ. ഞാൻ അവിടെ വീട്ടിൽ കിടന്നാൽ മതി, നിസ്കരിക്കാതെ കിടന്നാൽ മതി. നിങ്ങൾ നിസ്കരിച്ചില്ലെങ്കിൽ എനിക്ക് എൻ്റെ റിപ്പോർട്ട് കിട്ടും. കൊള്ളാം, നല്ല പ്രസിഡന്റ്, നല്ല സെക്രട്ടറി. ഇങ്ങനെയുള്ള സെക്രട്ടറിയാണ്, ഇങ്ങനെയുള്ള കമ്മിറ്റിക്കാരാണ് നമുക്കുള്ളത് ഇവിടെ. എല്ലാം നമ്മുടെ നോക്കണം. പിന്നെ എങ്ങനെ ഉമ്മത്ത് നന്നാവും? ഞങ്ങൾ മാത്രം നന്നായാൽ മതിയോ? ഞങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുക, പിന്നെ അല്ലാണ്ട് പിന്നെ എന്ത് ചെയ്യാൻ? നിങ്ങൾ നിങ്ങളുടെ കൂടെ കൂടുകയാണ്, വേറെ മാർഗ്ഗമില്ല. നിങ്ങൾ നന്നായി വാ, നമുക്ക് നന്നാവും, ഒരുമിച്ച് നമുക്ക് പോകാം. അല്ലാതെ കണ്ട് നമ്മൾ മാത്രം ഇതൊന്നും പ്രസംഗിച്ചുകൊണ്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. അതിന് നിങ്ങളും കൂടെ തയ്യാറാവണം. നമ്മുടെ നാട്ടിൽ ഒരു അരാജകത്വം നടക്കുന്നു, അല്ലെങ്കിൽ ഇവിടെ വെള്ളമടി കൂടുതലാണ്, ഇവിടെ ഒരുപാട് മദ്യപാനം കൂടുതലാണ്, അല്ലെങ്കിൽ ഭയങ്കരമായി കല്യാണങ്ങൾക്കൊക്കെ പാട്ട് ഗാനമേള, ഇതൊക്കെ ശരിയല്ല. നമ്മുടെ മഹലിൻ്റെ കീഴിൽ നടക്കുകയാണ്. ജമാഅത്ത് കമ്മിറ്റി എത്രയും വേഗം ഒരുമിച്ച് കൂടി ഒരു തീരുമാനം എടുത്തിട്ട് ഉസ്താദ് പറഞ്ഞോളിന്ന് ഒരു ഓർഡർ ഞങ്ങൾക്ക് താ. ധൈര്യമായിട്ട് ഉസ്താദ് പറഞ്ഞോ, തീരുമാനമാണ്, പറഞ്ഞോ. ഞാൻ ജോലി ചെയ്യുന്ന മണക്കാട് ജമാഅത്തിൽ കമ്മിറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഉസ്താദെ പലിശയുടെ 1 രൂപ നമ്മുടെ പള്ളി പണിക്കും വേണ്ട, മദ്രസയ്ക്കും വേണ്ട, പള്ളിയുടെ ഇവിടെ പെരുന്നാളിന് റമദാൻ മാസത്തിൽ കൊടുക്കുന്ന കഞ്ഞിക്കും വേണ്ട, പലിശ ലോട്ടറിയുമായി ബന്ധപ്പെടുന്ന ഒരാളുടെയും പൈസ വേണ്ട. കമ്മിറ്റി എഴുതി തന്നിട്ടുണ്ട്. പച്ചയ്ക്ക് നമുക്ക് പറയാം, ചങ്കൂറ്റത്തോടെ വിളിച്ചു പറയാം. കമ്മിറ്റി എഴുതി തന്നേക്കാണ്. അങ്ങനെയുള്ള പൈസ ഞങ്ങൾ സ്വീകരിക്കൂല, വേണ്ട. അങ്ങനെ ഒരാൾ അറിയാതെ 1 ലക്ഷം രൂപ കൊണ്ട് കൊടുത്തു. അത് അദ്ദേഹം ലോട്ടറി കച്ചവടക്കാരനെന്ന് മനസ്സിലാക്കിയിട്ട് തിരിച്ച് അതേപോലെ റിട്ടേൺ അടിച്ചു അയാളുടെ വീട്ടിലേക്ക്. അത് തിരുവനന്തപുരം ഞങ്ങളുടെ ജമാഅത്ത് അങ്ങനെയാണ്. അതുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് പറയാം. പക്ഷേ ഇതൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പറയാൻ പറ്റുമോ? ഇന്നത്തെ പള്ളികളിലൊക്കെ പറയാൻ പറ്റുമോ? അല്ലാഹു അക്ബർ. ഞാനൊരു സ്ഥലത്ത് പ്രസംഗിക്കാൻ പോയി, ഇപ്പോഴൊന്നുമില്ല, 1997. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അടി കിട്ടിയ എൻ്റെ ഓർമ്മ.
അത് പ്രസംഗിക്കാൻ പോയി. അന്ന് അവിടെ പോയി പിന്നെ ഈ കള്ളു കുടിയും വ്യഭിചാരവും അതിനെക്കുറിച്ചൊക്കെ പ്രസംഗിച്ച് പോകേണ്ട പകുതിക്ക് ഉസ്താദ് ഹത്യ പഠിത്തിരിപ്പുണ്ട്. അയാൾക്ക് നോട്ടീസ് കൊടുക്കും, നിർത്താൻ പറ. എനിക്കിതൊന്നും മനസ്സിലാവും. ഞാൻ ഇങ്ങനെ പ്രസംഗിച്ചു, അയാളൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞില്ല. ഞാനിങ്ങനെ പ്രസംഗിച്ച് അവസാനം പിന്നെ മൈക്ക് ഓഫാക്കി, പിന്നെ മൈക്ക് എടുത്തു മാറ്റി, പിന്നെ കസേരയെല്ലാം എടുത്ത് ഇത് ഓരോ എന്താപ്പം ഇതൊന്നും പിടുത്തം കിട്ടുന്നില്ല, വേണ്ട പ്രസംഗം നിർത്താൻ പറഞ്ഞത്. സംഭവം എന്താ, സെക്രട്ടറി മറ്റേതിനകത്ത് പിടിക്കപ്പെട്ടിരിക്കുക. ഇത് ഞാൻ ഇതുമല്ല പറഞ്ഞത്, ഞാൻ ഇതൊന്നും പറഞ്ഞില്ല. സംഭവം ഇങ്ങനെ പറഞ്ഞ പള്ളിയിലെ സെക്രട്ടറിയാണ്. അപ്പം അവസാനം പള്ളിയിലത്തെ മോദിയും വന്ന് അടിക്കാൻ വരുന്നു. ഞാൻ നിങ്ങൾ മോദിനല്ല ഈ താടി വെച്ച്, എന്നിട്ട് എന്നെ 5-6 പുഴുത്ത ചീത്ത നോക്കുമ്പോൾ അയാളും സപ്പോർട്ട് ചെയ്യുന്നകത്ത് മറ്റേൻ്റെ കൂടെ. അപ്പോൾ കള്ളുകുടിയുടെയും വ്യഭിചാരത്തിൻ്റെയും പേരിൽ അവർ പിടിക്കപ്പെട്ടതിൻ്റെ പേരിൽ അത് ഉസ്താദ് എന്നെ കൊണ്ട് പറയിപ്പിച്ചു എന്നുള്ള ധാരണയിൽ അവർ പ്രശ്നം ഉണ്ടാക്കിയതാണ്. 1997 കേട്ടോ. എനിക്ക് ഇപ്പം പ്രസംഗിക്കുമ്പോഴത് ഓർമ്മ വരികയാണ്, ഓർ എവിടെ പോയാലുമേ. അപ്പോൾ ജമാഅത്തിൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരാണ് അവർ. അള്ളാഹു നമ്മളെല്ലാം കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു ദുനിയാവിലെ ആഖിറത്തിലെ അയ്ബുകളിൽ നിന്ന് അള്ളാഹു നമ്മളെ രക്ഷിക്കട്ടെ, സഹായിക്കട്ടെ. പക്ഷേ അവരത് നിർത്താൻ പറഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രസംഗിക്കണ്ട. പിന്നെ പ്രസംഗം നടന്നില്ല. പിന്നെ മൈക്ക് ഓഫാക്കി വെച്ച് ഞാൻ പ്രസംഗിച്ചു. അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ ആരെയും കുറ്റം പറയല്ല. പടച്ചവനെ നമ്മൾ നല്ല ആളായിട്ട് വേണ്ട നമ്മൾ മറ്റുള്ള കുറ്റം പറയല്ല. പക്ഷേ ഈ പൊതു സമൂഹത്തിൽ നിൽക്കുമ്പോൾ നമ്മളെല്ലാവരും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. കമ്മിറ്റി അംഗങ്ങളായാലും ഉസ്താദന്മാരായാലും നമ്മളൊക്കെ സൂക്ഷിക്കും. നമ്മുടെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് ഇങ്ങനെ പരസ്യമാക്കി നാണം കെടുത്തുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പടച്ചവൻ അതുകൊണ്ട് നബിതങ്ങൾ നമുക്കൊരു ദുആ പഠിപ്പിച്ചു, അല്ലാഹുമ്മ ലാ തഫ്ലഹന ബൈന റഊസുൽ ഖലായിഖി വലാ ഫിദ് ദുനിയ വലാ ഫിൽ ആഖിറ. ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളെ നീ നാണം കെടുത്തല്ല പടച്ചോനെ. അങ്ങനെ ഒരു ദുആ നബി പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാവരും അത് ചൊല്ലിക്കോണം. കാരണം ഇന്ന് നാണം കെടുത്തുന്ന ലോകമാണ്. നമുക്ക് എങ്ങോട്ടും പോകാൻ പറ്റൂല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് എൻ്റെ സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, നമ്മൾ ഉലമാക്കളോടൊപ്പം ചേർന്ന് നിന്ന് ഉമറാക്കൾ ദീനിന് വേണ്ടി നിങ്ങൾ പരിശ്രമിക്കും. അതുകൊണ്ടല്ലേ അല്ലാഹു തആല ഖുർആനിൽ പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കുന്നവർ ആരായിരിക്കണമെന്ന് അല്ല പറഞ്ഞതല്ലേ. പടച്ച തമ്പുരാൻ പറയുന്ന വാക്കാണ് നമ്മൾ കേൾക്കേണ്ടത്. അള്ളാന്റെ വീട്, ആ പള്ളി അള്ളാന്റേതാണ്. അപ്പൊ അത് ഭരിക്കേണ്ടത്, ഉത്തരവാദിത്വം വഹിക്കേണ്ടത് ആരായി? ഇന്നമാ യഅമുറു മസാജിദല്ലാഹ് മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ വഅഖാമസ് സലാഹ് വആതസ് സകാത്ത് വലം യഖ്ശ ഇല്ലല്ലാഹ്. എത്ര വലിയ വാക്കാതല്ല പറഞ്ഞത്. എത്ര വലിയ 2 പ്രാവശ്യം അള്ളാഹു സൂക്ഷിച്ചോ. 2 പ്രാവശ്യം പറഞ്ഞു പള്ളി കമ്മിറ്റിക്കാരോട്, ഇന്നമാ യഅമുറു മസാജിദല്ലാഹ്, മൻ, അല്ലാഹുവിന്റെ ഉത്തരവാദിത്വം, പള്ളിയുടെ ഉത്തരവാദിത്വം വഹിക്കേണ്ടവർ, മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിനെ കൊണ്ടും ആഖിറത്തെ കൊണ്ടും വിശ്വസിക്കുന്നവനാകണം. പള്ളിയുടെ കടിഞ്ഞാൻ പിടിക്കാൻ, പള്ളിയുടെ ഖജനാവിന്റെ താക്കോല് വാങ്ങാൻ. അല്ല പറഞ്ഞ വാക്കാ. കാരണം അള്ളാഹുവിനെ വിശ്വസിക്കണം എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത് ആഖിറത്തെ വിശ്വസിക്കണം എന്നാ പറഞ്ഞത്. എന്തപ്പാ അതിന്റെ അർത്ഥം? വല്ലതും പള്ളി നടിച്ചു മാറ്റിയാൽ മോനെ ആഖിറുണ്ട്, അവിടെ നിന്നെ പോക്കും, അതതിന്റെ അർത്ഥം. അള്ളാഹുവിനെ വിശ്വസിക്കണം, ആഖിറത്തെയും വിശ്വസിക്കണം. അള്ളാഹെ മാത്രം വിശ്വസിച്ച പോരാ. നീ മരിച്ചു പോയാൽ വീണ്ടും ഒരു പുനർജന്മമുണ്ടാകും. ആ പുനർജന്മത്തിലൂടെ നിന്നെ അള്ളാന്റെ കോടതിയിലേക്ക് ഹാജരാക്കപ്പെടും. അന്ന് നീ പള്ളിയുടെ കമ്മിറ്റിയിൽ ഇരുന്നിട്ട് എത്ര പൈസ നീ തിരിമറി നടത്തിയിട്ടുണ്ട്, കച്ചവടത്തിന് വേണ്ടി എടുത്തിട്ടിട്ടുണ്ട്, എത്ര പൈസ മറ്റുള്ളവർക്ക് കൊടുത്തിട്ടുണ്ട്, എത്ര രസീത് കുറ്റി നീ അടിച്ചു മാറ്റി എഴുതിയിട്ടുണ്ട്. ഇത് മാത്രം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആഖിറത്തിൽ നാളെ പൊക്കി കൊണ്ടുവരുമത്രേ. അതുകൊണ്ട് ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം പള്ളിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടവർ. ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആഖിറത്തെ കുറിച്ച് വിശ്വസിക്കണം. അങ്ങനെ ആഖിറത്തിൽ അവർക്ക് വിശ്വാസമുണ്ടെങ്കിൽ അടുത്ത ക്വാളിറ്റി അവർക്ക് എന്താ? വഅഖാമസ് സ്വലാഹ്, അവർ കൃത്യമായി ജമാഅത്തായി ആ പള്ളിയിൽ, ആ നാട്ടിലുണ്ടെങ്കിൽ അവിടെ വന്നവർ നമസ്കരിക്കട്ടെ. നമസ്കാരം ഉണ്ടാകണം. ഏതെങ്കിലും ഒരു വഖത്തിൽ കമ്മിറ്റിക്കാർ എപ്പോഴും ഉണ്ടാകണം. കാരണം ജനങ്ങൾ പള്ളിയിൽ വരുമ്പോൾ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നമ്മുടെ കമ്മിറ്റി മെമ്പറിനോടോ പ്രസിഡന്റിനോ സെക്രട്ടറിയോടോ പറയാനൊരാൾ വേണം. നോക്കുമ്പോൾ സെക്രട്ടറി ഇല്ല, പ്രസിഡന്റും ഇല്ല. ഞാൻ പല പള്ളിയിലും ജോലി ചെയ്തിട്ടുണ്ട്. ഒരു പള്ളിയിൽ ജോലി ചെയ്തപ്പോൾ ആ പള്ളിയുടെ ഫുൾ ഉത്തരവാദിത്തം അവിടുത്തെ മോദീനാണ്, മുഅദ്ദിൻ സാഹിബ്. അവരുടെ ശമ്പളം പോലും അയാൾ എനിക്ക് തരുന്ന മുഅദ്ദിനാണ്. പ്രസിഡന്റ് സെക്രട്ടറിയും പൊതുയോഗത്തിനാണ് വരിക, എല്ലാം മോദി സാഹിബ്. എങ്ങനെ ഉണ്ടാവും? ജീവിതത്തിൽ ശമ്പളം കൂട്ടി കിട്ടുമോ? ആര് കൂട്ടാനാ? ഇതാണ് സംഭവം. അവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പള്ളിയിൽ വരണം. അപ്പാ എന്തെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് പറയാൻ പ്രസിഡന്റ് വേണ്ട, സെക്രട്ടറി വേണ്ടേ? പ്രസിഡന്റ് സെക്രട്ടറി കയറി ഇരുന്നാൽ മതി. അഖാമസ് സലാ, നിസ്കാരം നിലനിർത്തണം. സക്കാത്ത് കൊടുക്കാൻ അർഹതയുള്ളവനാണെങ്കിൽ കൊടുക്കണം.
സക്കാത്ത് കൊടുക്കണം. പൈസക്കാരനാ. നല്ല നല്ല കോടീശ്വരന്മാരൊക്കെ ആയിരിക്കും പള്ളിയുടെ പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ. വർഷത്തിൽ എത്ര സക്കാത്ത് കൊടുക്കുന്നുണ്ടെന്ന് ചോദിച്ചു നോക്കണം. നിങ്ങളുടെ കണക്ക് എങ്ങനെയാണ് ഹബീബേ? എൻ്റെ അറിവിൽ 2 പേരാണ് 40 ലക്ഷം 35 ലക്ഷം സക്കാത്ത് കൊടുക്കുന്നതായിട്ട് എനിക്കറിയുന്നത്. 2 പേരാണ്. അത് എനിക്ക് നല്ലപോലെ അറിയാവുന്നതുകൊണ്ട് ആ കണക്ക് കൂട്ടിയിട്ട് കറക്റ്റ് എല്ലാ വർഷവും ഉസ്താദ് ആ സമയമാകുമ്പം ഇത്ര പൈസ ഞങ്ങൾ കൊടുക്കുന്നുണ്ടെന്ന് വ്യക്തിപരമായിട്ട് അറിയാം. ബാക്കി എത്രയോ സമ്പന്നന്മാരുണ്ട്, അള്ളാഹു ആലം, കൊടുക്കുന്നുണ്ടെന്ന് പറയും, കണക്ക് കിട്ടുന്നില്ല. കണക്ക് കിട്ടുമ്പോഴല്ലേ നമുക്ക് ഒരു ഉറപ്പ് വരുള്ളൂ ഇത്രയും രൂപ അദ്ദേഹത്തിനുണ്ട്, കഴിവുണ്ടായിട്ട് ഇത്രയും കൊടുക്കുന്നുണ്ടെന്നറിയാൻ. ഇഷ്ടംപോലെ ഉണ്ട്, കൊടുക്കൂല, പിടിച്ചു വെച്ചോ. വൈലുൽ മുശ്രിക്കീൻ അല്ലദീന ലാ യൂതൂന സക്കാ വഹും ബിൽ ആഖിറതി കാഫിറൂൻ. സക്കാത്ത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്നവനെ നരകമാണ്, നരകമാ. ആഖിറത്തിൽ നിങ്ങൾ നിഷേധിക്കുന്നവരാണ്, ആഖിറത്തെ നിഷേധിക്കുന്നവരാ. ആഖിറത്തിൽ നിങ്ങൾ തീരാ ദുഃഖത്തിലും നഷ്ടത്തിലുമായിരിക്കും കേട്ടോ. സമ്പത്തുണ്ടായി, നിസ്കാരം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പണമുണ്ട്, അതിന്റെ സക്കാത്ത് കൊടുക്കണം. സക്കാത്ത് കൊടുക്കണം ഹബീബേ. 1 കോടിയുടെ ആസ്തിയുണ്ട്, ഓരോരുത്തരൊക്കെ 4 കോടി 3 കോടി 5 കോടിക്കൊക്കെ വലിയ സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തി അതിന്റെ കണക്ക് കൂട്ടാറുണ്ടോ വർഷം തോറും? മാർച്ച് മാസം അല്ലേ കൂട്ടുമല്ലോ, ലാസ്റ്റ് ഘട്ടത്തിൽ കൂട്ടിയിട്ട് ഗവൺമെന്റിന് റിട്ടേൺ സമർപ്പിക്കുമല്ലോ. ഗവൺമെന്റിന് കൃത്യം കണക്ക് കൊടുക്കൂലേ? അവർ 18% വെച്ച് ഗവൺമെന്റിന് കൊടുക്കണം. നിങ്ങൾ അതൊന്നും വേണ്ട, 2.5% കൊടുത്താൽ മതി. 1 കോടി രൂപ നിങ്ങളുടെ കൈവശം ഒരു വർഷം നിങ്ങൾക്കുണ്ടോ? 2.5 ലക്ഷം രൂപ കൊടുത്താൽ മതി. ആ 2.5 ലക്ഷം 100 പണക്കാരന്മാർ തയ്യാറായി എത്ര ദാരിദ്ര്യം നമുക്കിവിടെ മാറിക്കിട്ടും പാവപ്പെട്ട മക്കളുടെ? 2.5 ലക്ഷം. 5 കോടിക്ക് 10 ലക്ഷത്തിന്റെ ഒരു കെട്ട് സക്കാത്ത് ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ശൈത്താൻ വന്ന് ഉച്ചിമുടി പിടിച്ചിട്ട് പറയും, സുബൈറെ നിനക്കൊരു ജോലിയില്ല, ഇതെടുത്ത് നീ ഇന്ന് കച്ചവടം ചെയ്ത നാളെ അടുത്ത മാസം നിനക്ക് ഡബിൾ കിട്ടൂലേ, നീ ഇത് കൊടുക്കാൻ. അപ്പൊ ഇങ്ങനെ ആലോചിക്കും, ശരിയാന്നല്ലോ, 10 ലക്ഷം ഈ കെട്ട് സക്കാത്ത് ഫ്രീ ആയിട്ട് ഈ 10 ലക്ഷം കൊടുക്കാന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങോട്ട് വിറയ്ക്കും. കൈ വിറയ്ക്കരുത്, ഇത് തീയാണ്, ഇത് കയ്യിലിരുന്ന കൈ പൊള്ളും, അതുകൊണ്ട് കൊടുക്കണത് 10 അല്ല 20 ലക്ഷം 50 ലക്ഷം ഇരുന്നാലും കൊടുക്കണം. അപ്പൊ നിങ്ങളൊന്ന് കണക്കൂട്ടി നോക്കി, 40 ലക്ഷം വർഷം തോറും സക്കാത്ത് കൊടുക്കുന്നവന്റെ രംഗമൊന്ന് ആലോചിച്ച് നോക്ക്. 40 ലക്ഷത്തിന് ഒരു കെട്ട് മേശപ്പുറത്ത് വെച്ചിട്ട് ഇത്ര വെച്ച് കൊടുക്കുന്നവരുടെ രംഗമൊന്ന് ആലോചിച്ച് നോക്കി. അവനപ്പോ എത്ര ഓർക്കണം, ചിന്തിക്കണം. ഹബീബെ, ഇത് അള്ളാഹയെ പേടിയുള്ളവർക്ക് ഇതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ, ആഖിറത്തെ പേടിയുള്ളവർക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. വൈലുല്ലിൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങൾക്ക് നരകം. ഏതാ മുശ്രിക്ക്? അല്ലദീന ലാ യൂതൂന സക്കാ, സക്കാത്ത് കൊടുക്കാത്തവൻ അവൻ മുശ്രിക്കാണെന്നാ പറയുന്നത്. നിങ്ങൾക്ക് മുശ്രിക്കായി മരിക്കാൻ ആഗ്രഹമുണ്ടോ ആർക്കെങ്കിലും? സക്കാത്ത് കൊടുക്കാത്ത മുശ്രിക്കാണെന്ന് അള്ളാഹുവിന്റെ അബൂബക്കർ പറയല്ല. അവളെ മുത്തിയെന്ന് ചേർത്ത് പിടിച്ചിട്ട് കഅബയുടെ അടുത്ത് ചേർത്ത് വെച്ചിട്ട് ഒരു മുത്തം കൊടുത്തെന്ന് പറഞ്ഞ് വീട്ടിലൊക്കെ എല്ലാവർക്കും സെൽഫി അയച്ചു കൊടുക്കും. ഇതിനാ പോന്നെ ഉംറയ്ക്ക്? പിന്നെ എന്തിനാ പോന്നെ? അള്ളാഹെ പേടിച്ചിട്ട്. ഈ ഉംറയ്ക്ക് പോകുമ്പോൾ ഈ മൊബൈൽ എടുത്ത് നിങ്ങൾ റൂമിൽ വെക്കണേ, നിങ്ങൾ എന്നിട്ട് വരണേ, നിങ്ങൾ കരയണേ, പൊട്ടിക്കരയണേ, നിങ്ങൾ അതിനെ ഒന്ന് ചുറ്റിയിട്ട് അള്ളാഹിന്റെ അടുക്കൽ നിങ്ങൾ തേങ്ങി കരഞ്ഞ് നിങ്ങളുടെ കാര്യം ഒന്ന് പറ, റാഹത്തായിട്ട് റബ്ബിന്റെ മുന്നിൽ. എവിടെ ഹബീബേ, എവിടെ ഹബീബേ, എവിടെ ഹബീബേ? ഇതൊക്കെ നമ്മൾ കാണുന്നല്ലേ പരിശുദ്ധമായ കഅബയുടെ പരിസരത്ത് പോയിരുന്നിട്ട് എന്ത് കളി, ചിരി, തമാശകൾ, എന്ത് കളി, എന്ത് ചിരി, തമാശകള്. അള്ളാന്റെ വീട്ടിന് മുന്നേ ഒരു ബർക്കത്ത് പോലും ഇപ്പൊ പോയില്ല, നഷ്ടപ്പെട്ടില്ലേ? സെൽഫി എടുക്കാന കൂട്ടമായി എന്നിട്ട് സെൽഫി എടുപ്പാ സഫായുടെ മുകളിൽ, മർവയുടെ മുകളിൽ. അല്ലാഹു അക്ബർ. പടച്ചവൻ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു നമ്മളെ. അന്യ പെണ്ണിനെ കാണുന്നതിനൊരു പ്രശ്നമില്ല, അന്യ പെണ്ണിനെ കാണുന്നതിന് പ്രശ്നമില്ല, അന്യ പെണ്ണിന്റെ കൂടെ തവാഫ് ചെയ്യുന്നതിന് പ്രശ്നമില്ല. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അതിന്റെ ചൈതന്യം നഷ്ടപ്പെട്ടു പോയി, അതിന്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. ഉംറ, ഹജ്ജ്. അല്ലാഹുവേ, ഒരു കാലഘട്ടം വരുമെന്ന് ദുനിയാവിന്റെ കാര്യങ്ങൾ ആഖിറത്തിന് വേണ്ടി കച്ചവടം ചെയ്യുന്ന ഒരു കാലഘട്ടം വരും. അത് ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അക്ബർ. വയുബാഉദ്ദീൻ, ദീൻ കച്ചവടം ചെയ്യപ്പെടും. ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കച്ചവടം ചെയ്യപ്പെടും. അങ്ങനത്തെ ഒരു കാലം വരുമെന്ന് നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ സുഹൃത്തുക്കളെ. അപ്പൊ അതുകൊണ്ട് അള്ളാഹുവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക ചെയ്യും. നമ്മുടെ അമലുകൾ അള്ളാഹ്ക്ക് വേണ്ടിയാക്കുക. നമ്മൾ ആരുടെയും തൃപ്തിയൊന്നും ഇവിടെ വേണ്ട. ആഖിറത്തെ വിശ്വസിക്കുക. വൽ യൗമൽ ആഖിർ എന്നിട്ട് അല്ലാഹ് ആ ആയത്ത് പൂർത്തിയാക്കിയിട്ട് ഒന്നുകൂടെ പറയാ, വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ ദീനിന്റെ വിഷയത്തിൽ നീ ആരെയും ഭയപ്പെടരുത് കേട്ടോ. വലം യഖ്ശ ഇല്ലല്ലാഹ്
വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും നീ ഭയപ്പെടരുതേ. അല്ലാഹുവിന്റെ ഭവനമാണ്, അവന്റെ ഉത്തരവാദിത്തമാണ് നീ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഭവനത്തിന്റെ ഉത്തരവാദിത്തത്തിൽ പലരിൽ നിന്ന് പലരും കേൾക്കേണ്ടി വരും. പക്ഷേ റബ്ബിനെ ഭയപ്പെട്ട് ആ കസേരയിൽ നീ കയറിയിരിക്കണം കേട്ടോ. ഫഅസാ ഉലൈക അൻ യകൂനൂ മിനൽ മുഹ്തദീൻ, എങ്കിൽ തീർച്ചയായും നീ ഹിദായത്ത് ലഭിച്ചവന്റെ പട്ടികയിൽ നീ പെട്ടേക്കാം. അല്ലാഹ് പറഞ്ഞ വാക്കാണ്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു സമുദായം, ഉത്തമ സമുദായം നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കട്ടെ, മസ്ജിദിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കട്ടെ. അതാണ് നമുക്ക് വേണ്ടത്. നിസ്കാരം ഇല്ലാത്ത കമ്മിറ്റിക്കാരൊന്നും പള്ളിയിൽ വന്നിട്ടൊന്നും ഒരു പുണ്യമില്ല, ഒരു കാര്യമില്ല. ഓരോരോ ഓഫീസുമാരി നോക്കി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, മുത്തഅല്ലിമീങ്ങളെ, ആലിമീങ്ങളെ, ഞാനടക്കമുള്ളവർ, അള്ളാഹു നമ്മളെയൊക്കെ യഥാർത്ഥ ഉഖ്റവികളായ പണ്ഡിതന്മാരാക്കി അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ. നമ്മളെ ആലിമീങ്ങളാക്കി മാറ്റിയാൽ ഈ മാതാപിതാക്കൾക്ക് നാളെ കിട്ടുന്ന ഗുണം എന്താണ്? അതാണ് നമ്മൾ വേണ്ടത്. എന്തിനാണ് ഇപ്പൊ ആലിം, ഇതുകൊണ്ട് എന്താ ഗുണം എന്ന് ചോദിക്കുന്നവരുണ്ട്. നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ അതാണ് പറഞ്ഞത്, അദ്ദിബ് ഇബ്നക, നിന്റെ മകനെ നീ മര്യാദ പഠിപ്പിക്കണം കേട്ടോ. വാപ്പാ ഫഇന്നക മസ്ഊലുൻ അൻഹു, ഈ വാപ്പയോട് നാളെ ചോദിക്കപ്പെടും കേട്ടോ. മാദാ അദ്ദബ്തഹു വമാദാ അല്ലംതഹു. വാപ്പാമാരോടൊക്കെ ചോദിക്കുന്ന ആള്, ഉമ്മമാരോടൊക്കെ ചോദിക്കും, മാദാ അദ്ദബ്തഹു, നിന്റെ മകന് നീ എന്ത് മര്യാദയാണ് പഠിപ്പിച്ചത്? വമാദാ അല്ലംതഹു, എന്ത് വിജ്ഞാനമാണ് നിന്റെ മകൾക്കും മകനും നീ നൽകിയത്? നാളെ ചോദ്യം ഉണ്ടാവും. പാപ്പായും ഉമ്മായും മറുപടി നോക്കി വെച്ചോണ്ട് പോയിക്കോളി. മാതാപിതാക്കൾ ഇതിന് മറുപടി കണ്ടുവച്ചിട്ട് വേണം മരിക്കാൻ. അതിന് മുമ്പ് മരിക്കാൻ നിൽക്കരുത്. നാളെ എന്നോട് ചോദിക്കും, എൻ്റെ മോനെ കുറിച്ച് എന്താ പഠിപ്പിച്ചത്? നാളെ എന്നോട് ചോദിക്കും, എൻ്റെ മോളെ കുറിച്ച് എന്താ പഠിപ്പിച്ചത്? അതിനെന്ത് വാപ്പ പറയും? പറയാം, എൻ്റെ മകനെ ഞാൻ ഹാഫിളാക്കി അല്ലാ, ഞാൻ ആലിമാക്കി അല്ലാ, നമസ്കാരമുള്ളവനാക്കി അല്ലാ. വാപ്പ രാവിലെ സുബഹിക്ക് പള്ളിയിൽ വരുമ്പോ പ്രായപൂർത്തിയെത്തിയ മകൻ വീട്ടിൽ കിടന്ന് ഉറങ്ങുകയാ. വാപ്പ ആ മകനെ കൂടി എന്തേ നീ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവരാത്തത്? അതിന്റെ പേരിൽ വാപ്പയോട് നാളെ ചോദ്യമുണ്ടാകും. ഉമ്മ സുബഹിക്ക് എഴുന്നേറ്റ് നമസ്കരിക്കുമ്പോ പ്രായപൂർത്തിയെത്തിയ മകള് കിടന്ന് ഉറങ്ങുകയാ. ഉമ്മ, ആ മകളെ എന്തുകൊണ്ടാണ് നിങ്ങൾ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ തയ്യാറാകാത്തത്? ദുനിയാവിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ നിങ്ങൾ തയ്യാറാണ്, ആഖിറത്തിന്റെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഈ മാതാപിതാക്കൾ എന്തേ തയ്യാറാകാത്തത്? സ്കൂളിൽ നിന്ന് വരുന്ന മക്കള്, കോളേജിൽ നിന്ന് വരുന്ന മക്കള്, കള്ളുക്കുടത്തിൽ നിന്ന് വരുന്ന മക്കള് 4 മണി കഴിഞ്ഞ് 4:30 വീട്ടിലേക്ക് എത്തുമ്പോ ആ മക്കളോട് വാപ്പമാരോ ഉമ്മമാരോ, മോളെ പെട്ടെന്ന് പോയി കയ്യും കാലും കഴി ഒതുവെടുത്ത് വന്ന് ആദ്യം നിസ്കരിക്കുമോളെ എന്ന് പറയുന്ന മാതാപിതാക്കൾ എത്ര പേരാ? ഉണ്ടോ? ആരെല്ലാം ഉണ്ടോ? കൈപൊക്ക്. 2 പേരുണ്ട്. കറക്റ്റ്. 3 പേര്. അജ്ഞാരി 3 പേരായി. എന്താ? സ്കൂളിൽ നിന്ന് വന്ന ഉടനെ പെട്ടെന്ന് പറയും, മോളെ അവിടെ ചോറെടുത്ത് വെച്ചിട്ടുണ്ട്, അവിടെ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, ആംപ്ലേറ്റ് ഇട്ട് വെച്ചിട്ടുണ്ട്, ചായ ഇട്ടിട്ടുണ്ട്, അവർ കുടിച്ചോ. നഫ്സിന്റെ ആഹാരം പറയും. റൂഹിന്റെ ആഹാരത്തെ കുറിച്ച് ചർച്ചയുണ്ടോ? റൂഹിന്റെ ആഹാരത്തെ കുറിച്ച് ആരാ ചർച്ച? മോളെ പെട്ടെന്ന് കൈകാൽ കഴിയും, നിസ്കരിച്ചിട്ട് പോയിട്ട് പെട്ടെന്ന് ചോറെടുത്ത് തിന്ന്. 2 പേര് 3 പേര് 3 പേര്. പല സദസ്സിൽ ചോദിച്ചില്ല, വേറൊരു സദസ്സ് ചോദിച്ചു 4 പേര്. ഇത്രയേ ഉള്ളൂ. ഇത്രയും പേര്. കാരണം നമുക്കറിയില്ല, ചിന്ത അതാണ്. മക്കൾക്ക് ദുനിയാവിന്റെ ഭക്ഷണം കൊടുക്കണം. ദുനിയാവിൽ അസുഖം വരും. ദുനിയാവിൽ പനി പിടിക്കുമ്പോ ഭാര്യ വിളിച്ചു പറയുന്നു, ഇക്കാ പെട്ടെന്ന് വാ, മോക്ക് ഭയങ്കര പനി. വാപ്പ കൊല്ലത്ത് പോയിരിക്കുകയാണ്, കച്ചവടത്തിനാണ്, അല്ലെങ്കിൽ അഞ്ചലാണ്, കുളത്തപ്പുഴയാണ്, ആയൂരാണ്, നിലമേലെ കടയിലിരിക്കുമ്പോ കൈതോട് നിന്ന് പെണ്ണ് വിളിക്കുകയാണ്, ഭാര്യ വിളിക്കുന്നു, പെട്ടെന്ന് വാ, കുട്ടിക്ക് ഭയങ്കരമായ ചൂട് 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 100 ഡിഗ്രിയായി. പെട്ടെന്നതേ ഓടി വരും. നല്ല കച്ചവടം നടക്കുന്ന സമയമാണ്, ബിസിനസ് നടക്കുന്ന സമയമാണ്. ഓടിയ കുട്ടി വരും. കുട്ടി വന്ന് വാപ്പ വരും. വന്നിട്ട് കുട്ടിയെ പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. അസുഖമൊക്കെ മാറി റാഹത്തായി.
ഇതേ വാപ്പയോടാണ് അല്ലാഹു തആല പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങളുടെ മക്കളെയും കുടുംബത്തെയും നരകത്തിന്റെ തീയിൽ നിന്ന് കൂടി ഒന്ന് രക്ഷിക്കണം കേട്ടോ. ദുനിയാവിലെ തീയിൽ നിന്ന് രക്ഷിക്കാൻ വാപ്പ ഓടി വന്നു. ദുനിയാവിലെ പനിയിൽ നിന്ന് എൻ്റെ മകനെ രക്ഷിക്കണം, ദുനിയാവിലെ വേദനയിൽ നിന്ന് എൻ്റെ മക്കളെ രക്ഷിക്കണം. അതേ വാപ്പ തന്നെ ഒന്ന് ചിന്തിക്കണ്ടേ, അല്ലാ നീ പറഞ്ഞതാണല്ലോ ആഖിറത്തിലെ തീയിൽ നിന്ന് മക്കളെയും കുടുംബത്തെയും രക്ഷിക്കണമെന്ന് അല്ലാഹ് പറഞ്ഞതാണല്ലോ. അതുകൊണ്ട് മാതാപിതാക്കളെ ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷിക്കാനും കൂടെ പണിയെടുക്കണേ. അതിനാണ് മദ്രസകൾ, അതിനാണ് മസാജിദുകൾ, അതിനാണ് ജാരിയായ സദഖകൾ, അതിനാണ് നമ്മുടെ മക്കളെ ഹാഫിളുകളും ആലിമീങ്ങളും സാലിഹീങ്ങളും സാലിഹാത്തുകളും ആക്കുന്നത്. അതല്ലാതെ അവര് പഠിച്ചിട്ട് അവര് പണം സമ്പാദിക്കാൻ വേണ്ടിയല്ല. ആഖിറത്തിന് വേണ്ടി. ആഖിറത്തിൽ നമുക്കൊരു മുതൽക്കൂട്ട്, ആഖിറത്തിൽ നമുക്കൊരു മുതൽക്കൂട്ട്. ഈ മോനെ പഠിപ്പിച്ചു, ഞാനൊരു പള്ളി വെച്ച് കൊടുത്തു, ഒരു മദ്രസ കെട്ടിക്കൊടുത്തു, എനിക്ക് ആഖിറത്തിൽ ഒരു മുതൽക്കൂട്ട്. ഞാൻ അതേ ആഗ്രഹിക്കുന്നുള്ളൂ, എനിക്കല്ലാതെ മറ്റൊന്നും വേണ്ട. കാരണം ബാക്കി എല്ലാം ദുനിയാവിൽ വെച്ച് നഷ്ടപ്പെട്ടു പോകും, എല്ലാം തീർന്നു പോകും. ആഖിറത്തിൽ എനിക്ക് കിട്ടാൻ എന്താ വഴി? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. മരിച്ചു പോകുമ്പോൾ എന്തു കൂടെ കൊണ്ടുപോകും? ഒന്നുമില്ല. വെറും കൈയോടെയാണ് ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത്. അതുപോലെ വെറും കൈയോടെയാണ് നമ്മൾ ഭൂമിയുടെ ഗർഭപാത്രത്തിലേക്ക് പോകുന്നത്. വെറും കൈയോടെ. ആര് വരും കൂടെ? മക്കളെല്ലാവരും വരും. യത്ബഉൽ മയ്യിത്ത സലാസത്തുൻ, മയ്യത്തിനെ അനുഗമിക്കുന്നത് 3 പേരാണ്, 3 കൂട്ടരാണ്. യത്ബഉ അഹ്ലുഹു വമാലുഹു വഅമലുഹു, 3 കാര്യം ആ മയ്യത്തിനോടൊപ്പം അനുഗമിക്കുമത്രേ. യത്ബഉ അഹ്ലുഹു, അവന്റെ കുടുംബം ആ മയ്യത്തിനോടൊപ്പം പള്ളിക്കാട് വരെ അനുഗമിക്കും. വമാലുഹു, അവന്റെ സമ്പത്തും അവന്റെ പള്ളിക്കാട് വരെ അനുഗമിക്കും. അതായത് അവന്റെ വാഹനങ്ങളോ അവന്റെ കമ്പനിയിൽപ്പെട്ട തൊഴിലാളികളോ അല്ലെങ്കിൽ അവന്റെ കീഴിലുള്ളവരോ പള്ളിക്കാട് വരെ അവനോടൊപ്പം വരും. വഅമലുഹു, അവൻ ദുനിയാവിൽ ചെയ്തു വെച്ച നന്മകൾ വല്ലതുമുണ്ടോ ആ നന്മകളും അവനോടൊപ്പം പള്ളിക്കാട് വരെ വരും. യർജിഉ ഇസ്നാൻ, 2 കൂട്ടര് തിരിച്ചു പോകും, മടങ്ങിപ്പോകും. മയ്യത്ത് അടക്കി ഖബറടക്കി എല്ലാവരും പോകുമ്പോ യർജിഉ ഇസ്നാൻ, 2 പേര് മടങ്ങും. യർജിഉ അഹ്ലുഹു, അവന്റെ കുടുംബക്കാര് മടങ്ങും. വമാലുഹു, അവന്റെ സമ്പത്ത് മടങ്ങും. വയബ്ഖാ വാഹിദുൻ, ഒരു കാര്യം മാത്രം അവനോടൊപ്പം ഖബറിൽ ഉണ്ടാകും. അത് വഅമലുഹു, അവന്റെ സാലിഹായ അമലാണ്. അത് മാത്രം അവിടെ ഉണ്ടാവും. ബാക്കി 2 മടങ്ങി തിരിച്ചു വരും. ഈ ഖബറിനകത്ത് കൊണ്ടുപോകാനുള്ള സാലിഹായ അമലാണ് നമ്മൾ സമ്പാദിക്കേണ്ടത്. ബാക്കിയെല്ലാം പോവും. ഈ സാലിഹായ അമലിൽപ്പെട്ട ഒരു അമലാണ് വലദുൻ സാലിഹുൻ ഇദാ മാതൽ ഇൻസാൻ ഇൻഖതഅ അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസ്. ഒരാൾ മരിച്ചാൽ 3 കാര്യങ്ങൾ ഒഴികെ എല്ലാം മുറിഞ്ഞു പോകും. അതിൽ ഒന്ന് വലദുൻ സാലിഹുൻ യദ്ഉ ലി അബീഹി വ ഉമ്മിഹി, മാതാപിതാക്കൾക്ക് ദുആ ചെയ്യുന്ന ഒരു സാലിഹായ സന്താനത്തിന്റെ ദുആ ആ ഖബറിലേക്ക് എത്തുമെന്ന് കമാ ഖാല റസൂലുള്ളാഹി. മാതാപിതാക്കൾ മരിച്ചാൽ ആ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യാൻ ഒരു സാലിഹായ മക്കൾ, ഒരു സാലിഹായ സന്താനം. കുറേ മക്കളെ ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. കുറേ മക്കളുണ്ട്, എന്ത് ഫായിദ? വാപ്പ ആശുപത്രി കിടന്ന് തിരിഞ്ഞു നോക്കാനൊരു മക്കളില്ല. സുഖമില്ലാതെ കാഷ്ടിക്കുന്നു, മൂത്രിക്കുന്നു, വീട്ടിൽ കിടന്നിട്ട് ബൈസ്റ്റാൻഡിനെ നിർത്തിയിരിക്കുന്നു, നേഴ്സിനെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നു. മക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ വയ്യ, ഭാര്യയ്ക്ക് ഖിദ്മത്ത് ചെയ്യാൻ വയ്യ, ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാൻ വയ്യ. ഇതൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കി. നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, ഇതൊക്കെ ചിന്തിച്ചു നോക്കി. അവരൊക്കെ അല്ലത് ഖിദ്മത്ത് ചെയ്യേണ്ടത്, പാപ്പാക്കും ഉമ്മാക്കും ഒക്കെ ഖിദ്മത്ത് ചെയ്യേണ്ടത്. ഈ മക്കളല്ല ചെയ്യേണ്ടത്. ഈ മക്കൾ ഖിദ്മത്ത് ചെയ്യണമെങ്കിൽ എന്ത് വേണം? സ്വാലിഹായ മക്കളാക്കി വാർത്തെടുക്കണം. നമ്മളിന്ന് ഞാൻ ഒരു കാര്യം കൂടെ ചോദിച്ചിട്ട് കൈവക്കാൻ പറയണം. നിങ്ങൾ പൊരുത്തപ്പെടണം, എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇന്ന് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്തവരെന്ന് കൈവക്ക്. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. അൽഹംദുലില്ലാ. ഭൂരിപക്ഷം എനിക്ക് കാണാൻ കഴിഞ്ഞു. ഞാൻ ഇന്നലെ ഒരു സദസ്സിൽ ചോദിച്ചപ്പോൾ ന്യൂനപക്ഷം എനിക്ക് കാണാൻ കഴിഞ്ഞു. ബർക്കത്ത്, അള്ളാന്റെ ബർക്കത്ത് ഇറങ്ങുന്നുണ്ട.
ഭൂരിപക്ഷം അൽഹംദുലില്ലാഹ് ഈ മജ്‌ലിസിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു. പല സദസ്സരും ചോദിച്ചു, ഒരു 20%, 10%. ഇത് ഇൽമിന്റെ വർക്കത്താണ്. ഇൽമുമായി ബന്ധപ്പെട്ട് വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യണം. ഒരു ദിവസം പോലും വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാതെ നമ്മുടെ ദുആ അവസാനിപ്പിക്കരുത്. അങ്ങനെ അവസാനിപ്പിച്ചാൽ ആ ദുആ സ്വീകരിക്കില്ല എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. ഒരു മകൻ സ്വാലിഹായ മകനാണ് എന്നതിന്റെ തെളിവ് വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യലാണെന്നാണ്. സ്വാലിഹായ മകൻ എന്നതിന്റെ തെളിവ് റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. ആ ഒരൊറ്റ ദുആ നിങ്ങൾ ചെയ്താൽ മതി. ആ ഒരൊറ്റ ദുആ ചെയ്താൽ മതി. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ഞാൻ അല്ലാഹുവേ ദുആ ചെയ്യുന്നു, എൻ്റെ വാപ്പ എൻ്റെ ഉമ്മ എന്നോട് കരുണ കാണിച്ചതുപോലെ അവരോട് നീ കരുണ കാണിക്കണേ പടച്ചോനെ. ആ ദുആ ഉണ്ടല്ലോ പെട്ടെന്ന് അവിടെ അല്ലാഹുവിന്റെ അടുക്കലെത്തും. ആ വാപ്പാക്ക് സന്തോഷമാണ്, ഉമ്മാക്ക് സന്തോഷമാണ്. അതിനാണ് ഈ മക്കളെ നമ്മൾ വാർത്തെടുക്കുന്നത്. അല്ല നമുക്ക് എന്തിന് കുറെ മക്കളുണ്ടായിട്ട് കാര്യം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മകനുണ്ടായിരുന്നു. വാപ്പ പറഞ്ഞത് സ്വീകരിക്കാതെ വന്നപ്പോ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുമായി ബന്ധപ്പെട്ടപ്പോ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു, നൂഹേ അവന്റെ കാര്യത്തിൽ നീ എന്നോട് ചോദിക്കണ്ട കേട്ടോ, അവൻ പിഴച്ചു പോയവനാണ്. നൂഹേ ഖാല യാ നൂഹ് ഇന്നഹു ലൈസ മിൻ അഹ്ലിക് ഇന്നഹു عمل غير صالح فلا تسألني ما ليس لك به علم. നൂഹേ അവൻ നിന്റെ അഹ്ലുകാരനല്ല, അവൻ നിന്റെ കുടുംബക്കാരനല്ല, അവൻ സാലിഹായ പയ്യനുമല്ല കേട്ടോ. അതുകൊണ്ട് അറിവില്ലാത്ത കാര്യം നീ എന്നോട് ചോദിക്കണ്ട നൂഹേ. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് അല്ലാഹു താക്കീത് നൽകിയില്ലേ? അതേപോലെ ഒരു വാപ്പായെയും മകനെയും ഖുർആൻ പരിചയപ്പെടുത്തുകയാണ്. സാലിഹായ കുടുംബത്തിൽ വളർന്നു വന്നു, നല്ല സലാഹിയത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്നു. ഉമ്മയും ഉപ്പയും ആ മക്കളെ മകനെ വളർത്തിക്കൊണ്ടുവന്നു. ആ മകനാണ് മഹാനായ ഇസ്മായിൽ നബി അലൈഹിസ്സലാം. അവരുടെ ഉമ്മയാണ് ഹജറ, അവരുടെ വാപ്പയാണ് ഇബ്രാഹിം നബി. ഫലമ്മാ ബലഗ മഅഹു السعي قال يا بني إني أرى في المنام أني أذبحك فانظر ماذا ترى. പൊന്നുമോനാണ്, വർഷങ്ങളായി മക്കളില്ലാതെ കാത്തിരുന്ന് അല്ല കൊടുത്ത ഒരു പൊന്നാണ്, തങ്കമാണ്. 12 വയസ്സായി, നടക്കാൻ പ്രായമായി. അങ്ങനെ പിച്ചുവെച്ച് നടന്ന് പക്വതയോട് അടുത്ത സമയമായപ്പോ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി സ്വപ്നം കാണുകയാ, മകനെ അറുക്കണേ ഇബ്രാഹിമേ. കാരണം എന്തെന്നറിയോ? വർഷങ്ങളായി മക്കളില്ലാതെ കഷ്ടപ്പെട്ടു വന്നപ്പോ അല്ലാ എനിക്ക് നീ ഇഷ്ടപ്പെട്ട ഒരു സമ്പത്ത് തന്നല്ലോ, അതിനെ അറുക്കാനാണോ നിന്റെ താല്പര്യം? നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാഹ് കൊടുക്കണം. അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. നമുക്ക് ഇഷ്ടപ്പെട്ടത് അല്ലാഹ് കൊടുക്കണം. ഈ മകനോട് അള്ളാഹ്ക്ക് ഏറ്റവും വലിയ ഇഷ്ടമാണ്, ഈ വാപ്പക്ക് ഇഷ്ടമാണ്, ഈ ഉമ്മക്ക് ഇഷ്ടമാണ്. ഈ മകനെ അള്ളാഹ്ക്ക് കൊടുക്കണമെന്ന് ഇബ്രാഹിം നബിയോട് പറഞ്ഞപ്പോ ഒരു കൂസലുമില്ലാതെ പാതിരാ സമയത്ത് ഇബ്രാഹിം നബി തന്റെ മകന്റെ അരികിൽ വന്നിരുന്നിട്ട് പറയുകയാ, മോനെ ഉപ്പ ഇന്നലെ സ്വപ്നം കണ്ടടാ പൊന്നെ, നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടു. ഫള്ളുർ മാദാ തറാ. മോനെ നിന്റെ അഭിപ്രായം എന്താണ് പൊന്നെ? ആരാ വളർത്തിയത്? നല്ല തർത്തീബോട് കൂടി തർബിയത്തോടു കൂടി ഒരു ഉമ്മ വളർത്തി കൊണ്ടുവന്നു. വാപ്പ വന്നിട്ട് പറഞ്ഞു, മോനെ ഇന്നത്തെ മക്കളെടുത്ത് പോട്ടെ, മോനെ ഓതാൻ വിടാൻ പോവാ, നിന്നെ നാളെ കൈതോട് മദ്രസയെ കൊണ്ട് ഹിഫ്ള് പഠിപ്പിക്കാൻ വിടാൻ പോവാ. മക്കളെ പോയിട്ട് ഹാഫിള് ആവണം കേട്ടോ, ആലിം ആവണം കേട്ടോ, വാപ്പിച്ച എന്ത് വേണം. വാപ്പാക്കൊന്നും വിവരവും ബോധമൊന്നും ഇല്ല. ഇന്നത്തെ കാലത്ത് ആരില്ല ഹാഫിള് ആലിമായിട്ട് എന്ത് കിട്ടാൻ? ഞാൻ ഓതാൻ പള്ളി കൊണ്ടുവച്ചിട്ട് മുക്രിയായിട്ട് പള്ളിയിലെ മോദീനും അത്തീവായിട്ട് ജോലി ചെയ്തിട്ട് നിങ്ങൾക്ക് ഓതമൊന്നുമില്ലേ? ഇന്നത്തെ മക്കൾ പറയും അങ്ങനെ. അന്നത്തെ മക്കൾ പറഞ്ഞ എന്താ? അന്നത്തെ മക്കൾ വാപ്പ അള്ളാടെ തീരുമാനം അങ്ങനെയാണോ? ധൈര്യമായിട്ട് അർത്ഥം ഞാൻ കിടന്നു തരാം. അള്ളാഹ് തീരുമാനിച്ചാണോ? അള്ളാന്റെ തീരുമാനമാണോ? ഫള്ളുർ മാദാ തറാൻ ചോദിച്ചപ്പോ വാപ്പ അങ്ങയോട് കൽപ്പിക്കപ്പെട്ടതുപോലെ സതജ്ദുനി ഇൻഷാ അല്ലാഹു മിനസ്സാബിരീൻ. ക്ഷമിച്ച് കിടക്കാം, ക്ഷമിച്ച് കിടക്കാം ഉപ്പ. അറക്ക് സ്വാലിഹായ മോൻ,
സ്വാലിഹായ മോൻ. നൂഹ് നബി വിളിച്ചു മോനെ, യാ ബുനയ്യ ഇർകബ് മഅനാ വലാ തകും മഅൽ കാഫിരീൻ. മോനെ വാടാ, വാപ്പയോടൊപ്പം വാടാ, നീ കാഫിരീങ്ങളോടൊപ്പം ചേരരുത് പൊന്നുമോനെ. ഉടനെ ഖാല സആവി ഇലാ ജബലി യഅസിമുനി മിനൽ മാ. പറഞ്ഞ വാക്കതാ അവിടെ. കാല സആവി എന്ന് പെട്ടെന്ന് പറഞ്ഞു. ഇവിടെ പറഞ്ഞു യാ അബത്തി, എന്റെ ഉപ്പിച്ച, എന്റെ വാപ്പിച്ചിന്നാ ഇസ്മായിൽ നബി വിളിച്ചത്. മറ്റവൻ കണ്ണാൻ വിളിച്ചത് കാല ബാബ. ഏയ് നിങ്ങൾ നിങ്ങളുടെ അവരും പോലെ വയ്ക്കോ, ഞാൻ ഇവിടെ എവിടെയെങ്കിലൊക്കെ കയറി രക്ഷപ്പെട്ടോളാം, ഞാൻ വരൂല നിങ്ങളുടെ കൂടെ ഒന്നും. എന്നെ ഓതാൻ കൊണ്ടുവിട്ടാലും മദ്രസയിലും പള്ളിയിലത്തെ കാര്യം എൻ്റെ അടുത്ത് പറയും, വയ്ക്കോ, ഞാൻ വേണ്ട, ഞാൻ വരൂല. നൂഹിനിവിടെ മോൻ പറഞ്ഞു, ഇബ്രാഹിമിവിടെ മോൻ പറഞ്ഞു യാബത്തി, എന്റെ ഉപ്പിച്ച, എന്റെ വാപ്പിച്ചി. അത്രയ്ക്ക് സ്നേഹത്തോടെ വിളിച്ചു. ഇഫ്അൽ മാ തുഅ്മർ, അല്ലാഹ് പറഞ്ഞതുപോലെ ചെയ്തോ, ഞാൻ കടന്നു തരാം. അല്ലാഹ് പറഞ്ഞതുപോലെ ചെയ്തോ. ഇതാണ് സാലിഹായ കുട്ടിയുടെ അടയാളം, ഗൈർ സാലിഹായ കുട്ടിയുടെ അടയാളം. രണ്ടിന് വ്യത്യാസമുണ്ട്. ഈ രണ്ടിനെയും വളർത്തിക്കൊണ്ടുവന്നൊരു ഉമ്മയാണ്. ആ ഉമ്മയെ കുറിച്ച് അല്ലാഹ് പറഞ്ഞെന്താ? ലറബല്ലാഹു മസലൻ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഹത അബ്ദൈനി മിൻ ഇബാദിനാ സാലിഹീൻ ഫഖാനതാഹുമാ. ഭർത്താക്കന്മാരെ വഞ്ചിച്ച പെണ്ണുങ്ങൾ അവർ രണ്ടുപേരും. ആ കോലത്തിൽ മോനെ വളർത്തിക്കൊണ്ടുവന്നത്. ആ കോലം തന്നെ അത് കാണിച്ചു കൊടുക്കുകയും ചെയ്തു. മറ്റേത് ഹാജറ അങ്ങനെയല്ല, ഭർത്താവിനെ സ്നേഹിച്ചു, മക്കളെ തർബിയത്തോടുകൂടി വളർത്തിക്കൊണ്ടുവന്നു. അതുകൊണ്ട് വാപ്പ പറഞ്ഞ വഴിയിലൂടെ ആ മകൻ സഞ്ചരിക്കാൻ തയ്യാറായി. അല്ലാഹ് പഠിപ്പിച്ചു കൊടുത്തല്ലേ. ഇതുകൊണ്ട് എന്താ ഗുണം? ദുനിയാവിലെ ഗുണം മാത്രമല്ല, ആഖിറത്തിൽ. ഇന്നിപ്പോ കൈപൊക്കിയില്ല നിങ്ങള്, എത്ര പേര് കൈപൊക്കി? എൻ്റെ വാപ്പാക്ക് വേണ്ടി ദുആ ചെയ്തു, എൻ്റെ ഉമ്മാക്ക് കൊണ്ട് ദുആ ചെയ്തു, അൽഹംദുലില്ലാ. അതേപോലെ ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് ചോദിക്കട്ടെ, അജയരെ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളൊന്ന് ദുആ ചെയ്തവരുന്ന കൈപൊക്ക്. സംഭവം കുറഞ്ഞ് വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്തപ്പോ എല്ലാരും കൈപൊക്കി. മക്കൾക്ക് വേണ്ടി ദുആ ചെയ്തവർ ആരെന്ന് നോക്കിയപ്പം ന്യൂനപക്ഷം. മൂന്ന് ദുആ അല്ലാഹു തട്ടിക്കളയൂല. അതിൽ ഒന്ന് ദഅവത്തുൽ വാലിദി ലിവലദിഹി. ചുമ്മാ ഒന്നും ആഫദു ആലിമൊന്നും ആവൂല. വാപ്പായും ഉമ്മായും കഷ്ടപ്പെട്ട് ദുആ എടുക്കണം മക്കൾക്ക് വേണ്ടി. വാപ്പായും ഉമ്മായും കഷ്ടപ്പെട്ട് ദുആ ചെയ്തെങ്കിലേ ഈ മക്കള് വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുആ ചെയ്യുള്ളൂ. മൻ ഖദിമ ഖുദിമ. വാപ്പാക്കും ഉമ്മാക്കും ഖിദ്മത്ത് ചെയ്താലേ നിങ്ങൾക്ക് നാളെ ഖിദ്മത്ത് ചെയ്യപ്പെട്ടുള്ളൂ. വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. എന്നാൽ നമുക്ക് വേണ്ടി ദുആ ചെയ്യാൻ ആളുണ്ടാകും. നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. എങ്കിൽ നമ്മുടെ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. നമ്മൾ സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ ഡബിൾ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. നമ്മൾ സ്നേഹിച്ചില്ലെങ്കിൽ ഒന്നും കിട്ടൂല. അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ കൈവക്കാൻ പറഞ്ഞപ്പം കുറച്ച് പേരെ പൊക്കിയുള്ളൂ. വാപ്പാക്കും ഉമ്മാക്കും ദുആ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഇഷ്ടം പോലെ പൊക്കി. അൽഹംദുലില്ലാ. അപ്പൊ മക്കളെ നമുക്ക് വേണ്ടേ? ഇന്നത്തെ മക്കളൊക്കെ പിഴച്ചു പോകുന്ന കണ്ടിട്ടുണ്ടോ? എന്താ അവസ്ഥ എന്നറിയോ നിങ്ങൾക്ക്? കൊല്ലം ജില്ലയിലാണ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കാഫറിന്റെ കൂടെ 2 പെണ്ണുങ്ങൾ പോയത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ എന്തോ ഒരു സുന്നത്ത് പോലെയാ ഇങ്ങനെ ഇറങ്ങി പോകുന്നത്. ഇതൊരു സുന്നത്ത് പോലെ ഇങ്ങനെ ഒളിച്ചോടി പോകുന്ന എന്തോ നല്ലൊരു കാര്യം പോലെയാണ്, ഹിജ്റ പോകുന്ന പോലെയാണ്. 2 മക്കള്, ഞാൻ വടക്കു പ്രസംഗിക്കാൻ പോയപ്പോൾ 2 മക്കള്, 18 വയസ്സുള്ള 2 മക്കള് കട്ടിട്ട് പോകുമ്പോൾ പോയി മരിച്ചു. പോകുന്ന വഴിയിൽ ട്രെയിൻ അടിച്ച് മരിച്ചു. കട്ടിട്ട് പോയി, 18 വയസ്സ്. മോഷണം നടത്തിയിട്ട് ഓടുന്ന കൂട്ടത്തിൽ. ഒന്ന് ആലോചിച്ച് നോക്കി, പോകുന്ന വഴി എങ്ങോട്ടാണ്? യാത്ര എങ്ങോട്ടാ പോവുക? ഇതാരെയും ഉത്തരവാദിത്തം? ഈ വാപ്പാക്കും ഉമ്മാക്കും ഉത്തരവാദിത്തം ഇല്ലേ? ഇന്നത്തെ കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് പഠിപ്പിക്കാനും മക്കളെ നന്നാക്കാനും ഒരു മാർഗം ഉണ്ടായിരുന്നില്ല അല്ലാഹ് എന്ന് നാളെ റബ്ബിന്റെ മുന്നിൽ പറയാൻ വല്ലാഹി ഒരു വാപ്പാക്കും ഉമ്മാക്കും പറ്റൂല. കാരണം മുക്കിന് മദ്രസകളാണ്. പെണ്ണുങ്ങൾക്ക് പഠിക്കാനുള്ള സൗകര്യമുണ്ട്, ആണുങ്ങൾക്കും പഠിക്കാനുള്ള സൗകര്യമുണ്ട്. എന്തിനാണ് ഈ ആലിമീങ്ങൾ? 1-2 ഹദീസുകൾ പറഞ്ഞുതരാം, കേട്ടോളി. ലൗലൽ ഉലമാഉ ലസാറൻ നാസു ബിൽ അൽബഹായിമ. ഉലമാക്കളില്ലെങ്കിൽ ജനങ്ങള് മൃഗങ്ങളെ പോലെയാകും. ലൗലൽ ഉലമാഉ ലസാറൻ നാസു മിസ്ലൽ ബഹായിമി. ഉലമാക്കളില്ലെങ്കിൽ ജനങ്ങൾ മൃഗങ്ങളെ പോലെ അധപ്പതിച്ചു പോകും.
ലിഅന്നഹും യുഖ്രിജൂനഹും മിൻ ഹദ്ദിൽ ബഹീമത്തി ഇലാ ഹദ്ദിൽ ഇൻസാനിയ. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ മൃഗീയ സ്വഭാവം നയിക്കുന്ന സമുദായത്തെ യഥാർത്ഥ മനുഷ്യന്റെ സംസ്കാരത്തിലേക്ക് അവർ തെളിച്ചു കൊണ്ടുവരുന്നു. അതിന്റെ കാരണക്കാർ ഉലമാക്കളാണ്, പണ്ഡിതന്മാരാണ്. അലി റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്, ഉലമാക്കളാണ്. لأنهم يخرجونهم من حد البهيمة إلى حد الإنسانية. മൃഗങ്ങളുടെ സ്വഭാവത്തിൽ നിന്ന് മനുഷ്യന്റെ സ്വഭാവത്തിലേക്ക്. ഖുർആൻ അതാണല്ലോ പഠിപ്പിച്ചത്. സൂറത്തുൽ ബഖറ കൊണ്ട് അല്ലാഹു തുടങ്ങി. ബഖറ പശു മൃഗം. സൂറത്തുൻ നാസ് മനുഷ്യൻ. എവിടാ ലാസ്റ്റ് അവസാനം 114ാമത്തെ സൂറത്തിലാണ് സൂറത്തുൻ നാസ് മനുഷ്യനായി മാറിയത്. 23 വർഷ കാലയളവിൽ ഈ ഖുർആനെ കൊണ്ട് അള്ളാന്റെ റസൂൽ സഞ്ചരിപ്പിച്ച് ഈ സമുദായത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംസ്കരിച്ചെടുക്കണമെങ്കിൽ അതിനുവേണ്ടി പണിയെടുത്തു നബിയുന റസൂലുള്ളാഹി തങ്ങള്. തുടക്കത്തിൽ മൃഗീയ സംസ്കാരമുള്ളവരായിരുന്നു. അവരെ യഥാർത്ഥ മനുഷ്യ സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ ഈ പരിശുദ്ധ ഖുർആനിന് സാധിച്ചു. അതുകൊണ്ടാണ് സൂറത്തുൻ നാസ് ലാസ്റ്റ് നമുക്ക് സൂറത്തുൻ നാസ് മനുഷ്യൻ. ഈ 114 അധ്യായങ്ങൾ ഓതിയെടുത്തപ്പോഴാണ് യഥാർത്ഥ മനുഷ്യനായി മാറിയത്. അതുവരെയ്ക്കും മനുഷ്യനല്ല, മൃഗമായിരുന്നു. അതുകൊണ്ട് മനുഷ്യരെ മൃഗീയ സംസ്കാരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ പറ്റിയതാരാ? അത് ആലിമീങ്ങളാണ്. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അൽ ഉലമാഉ അർഹമു ബി ഉമ്മത്തി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആബായിഹിം വ ഉമ്മഹാതിഹിം. ഉലമാക്കളുണ്ടല്ലോ, പണ്ഡിതന്മാരുണ്ടല്ലോ, ഈ സമുദായത്തിൽ ഏറ്റവും കാരുണ്യമുള്ളവരാ. അവരുടെ മാതാപിതാക്കളെക്കാൾ ഉലമാക്കളാണ് ഏറ്റവും കരുണയുള്ളവർ കേട്ടോ. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ലിഅന്ന ആബാഅഹും വ ഉമ്മഹാതിഹിം. നമ്മുടെ മാതാപിതാക്കൾ, ഉമ്മമാര്, ഉപ്പമാര്, യഹ്ഫളൂനഹും മിൻ നാരി ദുനിയാ. നമ്മുടെ മക്കളെ അവർ സംരക്ഷിക്കുന്നത് ദുനിയാവിൻ്റെ തീയിൽ വീഴാതെയാണ്. വിളക്ക് കാണുമ്പോൾ കുട്ടികൾ അതിലേക്ക് ഇഴഞ്ഞിഴഞ്ഞു പോകുമ്പോൾ ഉമ്മ ഓടിപ്പോയി ആ കുട്ടിയെ രക്ഷപ്പെടുത്തുന്നു. കുട്ടി നടന്ന് വണ്ടിയുടെ മുന്നിലേക്ക് ചാടാൻ പോകുമ്പോൾ പെട്ടെന്ന് ആ കുട്ടിയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. കുട്ടി കിണറ്റിലേക്ക് വീഴാൻ പോകുമ്പോൾ മാതാപിതാക്കൾ പെട്ടെന്ന് ആ കുട്ടിയെ പിടിച്ചു മാറ്റുന്നു. അടുപ്പിലേക്ക്, തീ കൂട്ടപ്പെട്ട അടുപ്പിലേക്ക് കുട്ടിക്കറിയില്ല, തീയാണത്, പോകും. ആ നരകത്തിലേക്ക് പോകാൻ ശ്രമിക്കുമ്പോൾ മാതാപിതാക്കൾ അവരെ ശ്രദ്ധിക്കുന്നു. പക്ഷേ പണ്ഡിതന്മാരുണ്ടല്ലോ, യഹ്ഫളൂനഹും മിൻ നാരിൽ ആഖിറ. വാപ്പാ, ഉമ്മ, നിങ്ങളുടെ മക്കളെ ആഖിറത്തിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ഉലമാക്കളാണ്. ഇന്ന് 300ഓളം ഹാഫിളീങ്ങളെ ഈ പണ്ഡിതന്മാര് കഷ്ടപ്പെട്ട് പരിശ്രമിച്ച് അവരിന്ന് ഖുർആനിന്റെ മക്കളായി മാറണമെങ്കിൽ നാളെ ആഖിറത്തിൽ ആ മക്കളുടെ വാപ്പാക്കും ഉമ്മാക്കും സന്തോഷിക്കാം. അവരുടെ കൈക്ക് പിടിച്ച് നേരെ സ്വർഗത്തിന്റെ ഉന്നത സോപാനങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ. മാത്രമല്ല, ഈ ഹാഫിളീങ്ങളുടെ മാതാപിതാക്കളെ ഖബറിലെത്തുമ്പോ മലക്കുകൾ വലിയ 2 കിരീടം കൊണ്ട് അവരുടെ തലയിലേക്ക് വെക്കുകയാണ്. അതിന് വില മതിക്കാൻ പറ്റാത്ത അമൂല്യ നിധിയാണ് കേട്ടോ. ഉടനെ അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഇതെന്തിനാണ് ഞങ്ങളെ നിങ്ങൾ അണിയിക്കപ്പെടുന്നത്? ഇത്രത്തോളം അമലുകളൊന്നും ഞങ്ങൾ ചെയ്തിട്ടില്ല, എന്തിനാണ് ഞങ്ങളെ അണിയിക്കപ്പെടുന്നതെന്ന് ആ ഖബറിനകത്ത് അവർ ചോദിക്കുമ്പോ അവർക്കുള്ള മറുപടി എന്തെന്നറിയോ? ബിഅഖ്ദി വലദികുമാ അൽ ഖുർആൻ. നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചില്ലേ ഉപ്പ? നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഖുർആൻ പഠിപ്പിച്ചില്ലേ ഉമ്മ? അതിന് അല്ലാഹു നിങ്ങൾക്ക് നൽകിയ സമ്മാനമാണിത് കേട്ടോ. ഇനി നാളെ സ്വർഗ്ഗലോകത്തിലെത്തുമ്പോ, മഹ്ശറയിലെത്തുമ്പോ അല്ലാഹു നിങ്ങളുടെ മക്കളോട് പറയും, മോനെ ഇഖ്റ, ഓതടാ, വസ്അദ് ഫീ ദുറജിൽ ജന്നതി വഗുറഫിഹാ. സ്വർഗ്ഗത്തിന്റെ ഓരോ പടികളും ആയത്ത് ഓതി ഓതി നീ കയറിപ്പോകണേ. ഹാഫിളീങ്ങളായ മക്കളെ,
വാപ്പായും ഉമ്മയും കൈക്ക് പിടിച്ചുകൊണ്ടുവരും. സ്വർഗത്തിന്റെ വാതിൽ അവിടേക്ക് എത്തും. അല്ലാഹ് പറയാ ഇഖ്റ, ഓതിക്കോ. ഒന്നാമത്തെ പടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ ബിസ്മി കൊണ്ട് തന്നെ ഒന്നാമത്തെ പടി ചവിട്ടി കയറി. രണ്ടാമത്തെ പടി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലല്ലാലീൻ. 7 പടിയായി. വീണ്ടും അടുത്ത പടി, അടുത്ത സൂറത്ത്. ഓരോ ആയത്ത് ഓതി 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 എവിടെയാണോ ഇത് അവസാനിക്കുന്നത്, എവിടെ മിനൽ ജിന്നതി വന്നാസ്, ലാസ്റ്റ് ഘട്ടത്തിൽ. നിലക്കട പരിശുദ്ധ ഖുർആൻ പാരായണമൊക്കെ നടത്തിയില്ല അല്ലേ? ഖുർആനിന്റെ വിസ്മയം, പരിശുദ്ധമായ ഖുർആൻ അല്ലേ? മിനൽ ജിന്നതി വന്നാസ് എന്നൊക്കെ ഓതി കാണുമല്ലോ. ഹാഫിളീങ്ങളെ ഖാരിങ്ങളെ ഇവിടെ വന്ന് ഖുൽ അഊദു ബിറബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ്. നമ്മുടെ പള്ളിയിലെങ്ങാണ്ടിരുന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് ഖുൽ റബ്ബിന്നാസ് മലിക്കിന്നാസ് ഇലാഹിന്നാസ് മിൻ ശർറിൽ വസ്വാസിൽ ഖന്നാസ് എന്നങ്ങാണ്ട് നിസ്കാരം കഴിഞ്ഞാൽ ഏത് മൊയിലിയാരെ ഞങ്ങൾ കൊണ്ടുവന്നേ? ഇന്നുവരെ കേൾക്കാത്ത നേശു പോലും ഖുർആൻ ഓതാൻ അറിയാൻ വയ്യാത്ത ഞാനെ കൊണ്ടുവന്നിട്ട് പള്ളിയിലത്തെ ഹത്യ വയ്ക്കും. മര്യാദയ്ക്ക് പറഞ്ഞു വണ്ടിക്കൂലി പോലും കൊടുക്കരുത്, അയാൾ നടന്നു പോട്ടെ പോ. അതാണ് അറിയില്ല. അതാ പറഞ്ഞ ഖുർആന്റെ ശൈലി, ഖുർആൻ എത്ര ഓതണം, ഖുർആൻ എങ്ങനെയൊക്കെ ഓതാം, ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കണ്ടേ ആദ്യം. അതുകൊണ്ട് പറഞ്ഞ ആ ബോധമുള്ളവർ വേണം കമ്മിറ്റി. ആലിമീങ്ങളെ ഇന്റർവ്യൂ എടുക്കുന്ന പ്രസിഡന്റാ, ഒളുവിന്റെ ഫർളും സ്ഥലത്തും അറിയില്ല. അയാളാണ് ഫാത്തിയ ഓത, അങ്ങേർക്ക് തന്നെ അറിഞ്ഞൂടാ. അങ്ങേരാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഉസ്താദ് നാളെ വന്ന് ഉസ്താദ് സുബഹിസ്കരിക്കണം കേട്ടോ. ഹാളിയാർ കാണുമല്ലോ, പറയില്ല. ഞാൻ പറയും തന്നെ കാണും. അങ്ങനെയാണ്, അതാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അപ്പൊ അങ്ങേരൊക്കെ ഉള്ളപ്പോ നമ്മൾ ഓതണം ഈ മാലികി യൗമിദ്ദീൻ അങ്ങനെ ഓതി കൊടുക്കണം. ഒരു ദിവസം നിങ്ങളെ ഇന്റർവ്യൂവിന് വേണ്ടി ഉസ്താദന്മാരെ നിങ്ങളെ കമ്മിറ്റിക്കാരെല്ലാം വിളിച്ച ഈ സബ ഖിറാത്ത് ഓതി കൊടുക്കണം നിങ്ങൾ ധൈര്യമായിട്ട്. അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീനിർ റഹ്മാനിർ റഹീം. അപ്പൊ സെക്രട്ടറി അടുത്തേക്കുമ്പോ തെള്ളും പ്രസിഡന്റ് മലിക്കിയോ അത്യോദറിഞ്ഞൂടാ, പറഞ്ഞുവിട് അത്യോദറിഞ്ഞൂടാ. അതാ പഠിപ്പിച്ചു കൊടുക്കണ്ടേ. ഇതിങ്ങനെയൊക്കെ സബഖിറാത്ത് ഉണ്ട്, അഷറ ഉണ്ട്. അൽ ഖിറാത്തുൽ അഷറത്തുൽ മുതവാത്തിറ 10 രീതിയിലുണ്ട്. ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പൊ അങ്ങനെ ഖുർആനിന്റെ അവസാനത്തെ ആയത്ത് ഓതി എവിടാന്നോ എത്തുക, അവിടെ എത്തുമ്പോ നമ്മുടെ എന്തായി? സ്വർഗമായി. ആ സ്വർഗത്തിൽ എത്താനാണ് ഈ മക്കളെ പഠിപ്പിക്കുന്നത്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവിടെ എത്താനാണ് ആലിമീങ്ങളാക്കുന്നത്, ഹാഫിളീങ്ങളാക്കുന്നത്. പിന്നെ ഈ മക്കളെ കൊണ്ട് അല്ലാഹു തആല നമുക്ക് ചെയ്ത ഗുണം എന്താ? ഈ മക്കളെ, ഈ മാതാപിതാക്കൾ ഈ മക്കളെ ആലിമാക്കിയതിന്റെ പേരിൽ, പഠിപ്പിച്ചതിന്റെ പേരിൽ അവർക്ക് ഖബറിൽ വലിയ സന്തോഷമാണ്. നാളെ മക്കളോടൊപ്പം സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം അല്ലാഹു അവർക്ക് കൊടുക്കും. വലിയ ഭാഗ്യമാണ്, വലിയ കാര്യമാണ്. അതുകൊണ്ട് ഉലമാക്കൾ ദുനിയാവിലത്തെ നരകത്തിൽ നിന്നല്ല രക്ഷപ്പെടുത്തുന്നത്, ആഖിറത്തിലെ നരകത്തിൽ നിന്നാണ് രക്ഷപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഉസ്താദന്മാരെ, പണ്ഡിതന്മാരെ നിങ്ങൾ ആക്ഷേപിക്കരുത്, അവരെ വേദനിപ്പിക്കരുത്. അവര് മക്കൾക്ക് വേണ്ടി, മക്കളെ പഠിക്കാൻ വേണ്ടി ഒരു അടി അടിച്ചത് കൊണ്ട് നിങ്ങൾ ഒരിക്കലും അതിനെതിരെ പോയി കേസ് കൊടുക്കാൻ പോകരുത്. നമ്മുടെ മക്കളെ വേണ്ട അടി അടിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് അടിച്ചത്? ഖുർആൻ ഓതാത്തതിന്റെ ഒരു പഠിക്കാൻ വേണ്ടി. അദബ്, മര്യാദ, ശിക്ഷണ നടപടിയില്ലാതെ ഇന്ന് മക്കളെ പഠിപ്പിക്കാൻ പറ്റുമോ? ഒരുത്തൻ വന്നൊരു തെറ്റ് ചെയ്തു, അവൻ എന്താ ചെയ്യാ? അവനെ പിന്നെ എങ്ങനെ അവനെ പേടിപ്പിക്കാൻ? പോലീസുകാർക്ക് ഇടിക്കാം, ഒരു കുഴപ്പമില്ല. കുനിച്ചീർത്തി ഇടുത്തി പിന്നെ മൂത്രമല്ല വരുന്നത്, ചോരയാ വരുന്നത്, അവർക്ക് കുഴപ്പമില്ല. കേസും ഇല്ല, പോക്സ്കോ ഇല്ല, കീസ്കോയും ഇല്ല, ഒന്നുമില്ല. നമ്മൾ ഉസ്താദന്മാര് ഒരായത്ത് ഓതി, അവൻ തെറ്റി, 2-3 പ്രാവശ്യം തെറ്റി, ഒന്നടിച്ചു, ഉടനെ തന്നെ കൊച്ചു കുട്ടികളാ, 10-12 വയസ്സുള്ള കുട്ടികളാ,
കിളുകളാന്നിരിക്കുന്ന തുടയായിരിക്കും, ചെറുതായിട്ടൊന്ന് അടിച്ചാലും ചുമന്ന് കിടക്കും. ഇവൻ എന്ത് ചെയ്യും? വാപ്പായെ വിളിച്ച് പറയും. എന്തിനാണെന്നറിയോ? ഇവൻ ഓതാൻ വയ്യ, ഇവന് പഠിക്കാൻ വയ്യ. മറ്റേ വീട്ടിലാകുമ്പോൾ ടിവിയും കാണാം, മൊബൈലും കിട്ടും, കളിക്കാം, ചിരിക്കാം. ഇവിടെ ഇങ്ങനെ ഈ ജയിലിനകത്ത് ഇങ്ങനെ കിടക്കണം, പരിപ്പും സാമ്പാറും കൂട്ടിയിട്ട് ഇങ്ങനെ തന്നെ കിടക്കണം എത്ര നാള്. ഉടനെ ഇവൻ വിളിച്ച് പറയും, വാപ്പിച്ച പെട്ടെന്ന് എന്നെ കണ്ട് അടിച്ചു കൊന്ന് എൻ്റെ കാലെല്ലാം ഒന്ന് വാപ്പിച്ചോന്ന്. ഇവൻ പറ്റുമെങ്കിൽ കക്കൂസി പോരുന്നതിന് കൈ കൊണ്ടൊന്നുകൂടെ മാന്തും. അപ്പൊ 4 അടി അടിച്ച പോലെയായി. ഓ അല്ലോ വാപ്പിച്ച ഈ പാപം ആറ്റ് നോറ്റ് ഐസ്ക്രീം കൊടുത്ത് വളർത്തിയ കുഞ്ഞാ. ഈ വാപ്പ കാണുമ്പോ ഇത്രയൊക്കെ അക്രമം കാണിച്ചു കളഞ്ഞോ ഈ ഉസ്താദന്മാർ, ഇത്ര തോലുമ്പോ നില്ല ഞാൻ കാണിച്ചു തരാം. ഉടനെ അയാളും പോവും കേസ് കൊടുക്കാൻ. പാവം പിടിച്ച മുസ്ലിയാരെ പൊക്കി എടുത്തോണ്ട് പോകും. ഒന്നും ഇന്ന് ചോദ്യമില്ല, ചർച്ചയില്ല. വല്ല ഗുണമുണ്ടോ? നിങ്ങൾക്ക് എന്താ കിട്ടി? അവസാനം ഈ മോൻ പഠിക്കാൻ പോകില്ല. പിന്നെ എന്ത് ചെയ്യും? ഓതലൊക്കെ കളഞ്ഞിട്ട് പിഴച്ചു പോവും, മറ്റേ ഗ്രൂപ്പിൽ പോവും. വാപ്പ പിന്നെ എവിടെയെങ്കിലും കഞ്ചാവ് അടിച്ച് കിടക്കുമ്പം പോയി എടുക്കാൻ വേണ്ടി വരും. അന്നാ വാപ്പ ചിന്തിക്കും, അന്നാ പള്ളിയിൽ നിന്ന് അവൻ പഠിച്ചിരുന്നെങ്കിൽ എനിക്കിന്ന് ഗുണവായനെ. ഇന്ന് നോക്ക്, ഇവൻ്റെ ഈ ഗതികേട് കാണേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നല്ലോ. വാപ്പ ഗതികേട് ഇവിടെ കൊണ്ട് കാണുന്നില്ല, ആഖിറത്തിലും കാണേണ്ടി വരും. ഈ മകനെ പിഴപ്പിച്ചതിന് ഈ വാപ്പയുടെ മുന്നിൽ നിന്ന് ഈ മകൻ ചെയ്യുന്ന ഒരു ദുആയുണ്ട്, സൂറത്തുൽ അഹ്സാബ്. ربنا إنا أطعنا سادتنا وكبراءنا فأضلونا السبيل. അല്ലാഹ്, ഞങ്ങളുടെ മക്കളാണ് ഞങ്ങളെ പിഴപ്പിച്ചത്. ഈ നിൽക്കുന്ന വാപ്പയാണ് ഉമ്മയാണ് പടച്ചവനെ. അവർ ഞങ്ങളുടെ കാര്യകർത്താക്കളും രക്ഷകർത്താക്കളുമാണ്. അല്ലാഹ്, ഞങ്ങൾ അവരെ അനുസരിച്ചു പോയി പടച്ചവനെ. അവർ ഞങ്ങളുടെ വഴികൾ പിഴപ്പിച്ചു കളഞ്ഞു. അല്ലാഹ്, ദീനിൽ നിന്ന് ഞങ്ങളെ അകറ്റിക്കളഞ്ഞു റബ്ബേ. അതാണ് എന്ത് ഞങ്ങളെ നരകത്തിൽ പോകാൻ കാരണമല്ല. മക്കള് നാളെ ദുആ ചെയ്യുകയാണ്. അതുകൊണ്ട് അല്ലാഹ്, റബ്ബനാ ആതിഹിം ലഅഫൈനി മിനൽ അദാബ് വൽഅൻഹും ലഅനൻ കബീറാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് തരുന്ന ശിക്ഷയുടെ ഇരട്ടി ശിക്ഷ ഞങ്ങളുടെ വാപ്പാക്കും ഉമ്മാക്കും നീ കൊടുക്കണേ പടച്ച റബ്ബേ. അവരെ നീ ശക്തമായി ശപിക്കുകയും ചെയ്യണേ അല്ലാഹ്. സ്വന്തം മക്കള് നമുക്കെതിരെ ആഖിറത്തിൽ ദുആ ചെയ്യുന്ന രംഗമാണ്. അല്ലാഹ് കാക്കട്ടെ. 2 അടി അടിച്ച് ഉസ്താദന്മാർ അടിയടിച്ച് മദ്രസ എന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് അങ്ങ് പോകും. സ്കൂളിൽ പോയിട്ട് കോളേജിലിട്ട് കുനിച്ചിരുത്തി അടിക്കുന്നവന്മാര് ബാത്റൂമിൽ കൊണ്ടുപോയി 3 അവന്മാർ അവന്റെ മണ്ടേ കയറി ഇരുന്നടിക്കും. അവന്റെ ഡിസ്ക് ബജ്ജാവും, അവന്റെ ഒരു വാരിയെല്ല് ഒടിഞ്ഞു പോകും, അവന്റെ 2 വൃഷണത്തിലെ ഒരെണ്ണം മുകളിലോട്ട് കയറിപ്പോകും. ഇതൊന്നും വാപ്പാക്കും പ്രശ്നമില്ല, ഉമ്മാക്കും പ്രശ്നമില്ല. 3-4 ദിവസം കഴിയുമ്പോൾ അവിടെ വേദന ഇവിടെ വേദന. എന്താടാ? ഇല്ല ഒന്നുമില്ല. അല്ല നീ കുറെ ദിവസം ഇങ്ങനെ ചോറിന് പൊളയുന്നല്ലോ, ഇങ്ങനെ എന്താ സംഭവം? മറ്റേ സാധനത്തിരിക്കല്ലേ എന്താ? ഇപ്പൊ ഉമ്മാക്ക വിഷമം വരുന്ന, വാപ്പ ഇല്ലല്ലോ. വാപ്പല്ലോ, എന്താണ് സംഭവം? പള്ളി കൊടുത്ത് അമ്മാര് 2 അമ്മാരെന്നെ സുധീർ ഇടിച്ച് എവിടെ ഇടിച്ചടാ? ഇവിടെ ഇടിച്ച് നോക്കട്ടാ. ഇല്ല ഒന്നുമില്ല നോക്കട്ടാ. അവസാനം ഉമ്മ അവനെ കൊണ്ടുപോയി എല്ലാം അഴിച്ചു വെച്ച് നോക്കുമ്പം അവിടെ ഇവിടെ ഒരു സാധനം കാണാനില്ല. പിന്നെ പെട്ടെന്ന് വാപ്പായി വിളിച്ചു വരുത്തി കൊണ്ടുപോയി. ഇവിടെ എന്തായിരുന്നു? എന്താ സംഭവം? എന്താ? പള്ളിക്കൂടത്തിൽ പോയപ്പോൾ അമ്മാരെന്നെ 3 അമ്മമാർ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ട് കുനിച്ചിരുത്തി ഇടിച്ച് കുറെ ഇടിച്ച് അങ്ങനെ സാധനത്ത് കയറിപ്പോയതാ. അല്ല കേസുണ്ടോ? ആർക്ക് കേസ് കൊടുക്കും? നിങ്ങൾ പറയും. ഈ വാപ്പ ആർക്ക് കേസ് കൊടുക്കും? ഒന്ന് ഹെഡ് മാസ്റ്റർ അടുത്ത് വന്ന് പറയും, കുട്ടികളെ പിള്ളേരെ കടിച്ച് നിങ്ങൾ സൂക്ഷിക്കാത്ത എന്താ? നമ്മുടെ മക്കളെ അവരെ ഇടിച്ച് അങ്ങനെ. സ്കൂളിൽ ഇങ്ങനെ കടിയും വഴക്കം ഉണ്ടാകാൻ ഇഷ്ടമുണ്ടെങ്കിൽ പഠിപ്പിച്ചാൽ അതല്ലേ കൊണ്ടുപോകും. തീർന്നു അയാളുടെ കാര്യം. പള്ളിയിൽ മദ്രസ ബാൻ ചെയ്ത് കളയും. മദ്രസ എങ്ങനെയെങ്കിലും മുസ്ലിങ്ങളുടെ ഭാഗത്തു നിന്നൊരു ന്യൂനത കിട്ടാൻ നോക്കിയിരിക്കുക. ബാക്കി അവനെ എടുത്തിട്ട് അടിച്ചാലെന്താ, കൊന്നാലെന്താ, അവന്റെ 2 വൃഷണം കയറി പോയാലെന്താ, ആർക്കും ഒരു പ്രശ്നവും ഇല്ല. അന്നത്തെ സാഹചര്യം അങ്ങനെയാണ്. അതുകൊണ്ട് ഉസ്താദന്മാർ അടിക്കുന്നത് കൊല്ലാനൊന്നും അല്ല, ഇൽമു പഠിക്കാൻ. ഞാൻ 10 വയസ്സിൽ ഓതാൻ പോയ ആളാണ്, 12 വയസ്സിൽ ഓതാൻ പോയ ആളാണ്. എന്നെ ഇടിക്കായിരുന്നു ഉസ്താദ്, അടിക്കല്ല. ഇടിച്ചാണ് ഞാൻ ഹിഫ്ള് പഠിച്ചത്. ഖുർആൻ കാണാൻ പഠിച്ചത് ഇടി കിട്ടിയിട്ടാണ്, അടിയല്ല ഇടി. അന്ന് എൻ്റെ വാപ്പ പോയി എൻ്റെ ഉസ്താദിനോട് പറഞ്ഞു, ഞാൻ ഉസ്താദ് എങ്ങനെയൊന്നും ഇടിക്കല്ല ഉസ്താദ്, അടിക്കല്ല. ഞാൻ അവൻ്റെ ഉസ്താദാന്ന് പറഞ്ഞു. അന്നാ ഇടിച്ചോന്ന് പറഞ്ഞു. അന്ന് ഗോഡൗണിൽ ഇട്ടിട്ട് പോയതാ.
അതുകൊണ്ട് ഇപ്പൊ എന്തായി, എനിക്ക് എൻ്റെ വാപ്പാക്ക് ദ്വാരക്കാൻ കഴിഞ്ഞു. ഈ ആലിമീങ്ങളുടെ മുന്നിൽ, നിങ്ങളുടെ മുന്നിൽ നിന്ന് വാള് പറയാനും നസിഹത്ത് ചെയ്യാനും 25-26 വർഷമായിട്ട് അള്ളാഹുവിൻ്റെ ദീൻ പറയാനുള്ള ഒരു ഭാഗ്യം കിട്ടി. ഞങ്ങൾ 29 പേര് അന്ന് ഇൽമു പഠിക്കാനുണ്ടായിരുന്നു. 2 പേരൊഴിച്ച് ബാക്കി എല്ലാം ഓടി. ഇന്ന് അവരുടെയൊക്കെ നാട്ടിൽ ഞാൻ പോയി വാള് പറയുന്നു. അവരുടെ പണി എന്തെന്നറിയോ? ചില ആളുകൾ സിനിമ ടിക്കറ്റ് കൊടുക്കുന്ന ആള്, ചില ആളുകൾ ഡ്രൈവർ, ചില ആളുകൾ ചെണ്ട കൊട്ടാൻ പോകുന്നുണ്ട്. ഇവരൊക്കെ ഇൽമു പഠിക്കാൻ വന്നവരാണ്. ഒരു ഉസ്താദിന്റെ ഒരു അടിയെ പേടിച്ച് അവർ ഇൽമു കളഞ്ഞിട്ട് പോയി. ഇവർക്കൊന്നും മാതാപിതാക്കൾക്ക് ഒരു ഗുണമില്ലാത്ത മക്കളായി മാറി. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. നമുക്ക് കുറച്ച് മക്കളുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ദുനിയാവിലും നമുക്ക് മക്കളെ വേണം, നമുക്ക് ഇതേ മക്കളെ ആഖിറത്തിലും നമുക്ക് വേണം. അൽമാൽ വൽ ബനൂൻ സീനത്തുൽ ഹയാത്തി ദുനിയ. ദുനിയാവിൽ നമുക്ക് സീനത്തായി ഇതേ മക്കളെ തന്നെ. വൽ ബാഖിയാത്തുസ് സാലിഹാത്ത് ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമല. ആഖിറത്തിലും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മക്കളായി നമുക്ക് കിട്ടണം. അതാണ് നമ്മുടെ മക്കൾ. അതിനു വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ മദ്രസകളൊക്കെ ഉള്ളത്. അവരാണ് ഈ ഹാഫിളുകൾ, അവരാണ് ഈ ആലിമീങ്ങൾ, അവരാണ് നമ്മുടെ പള്ളിയിൽ നല്ലൊരു ഖിറാഅത്ത് തോന്നുന്ന ഒരു ഉസ്താദിനെ കാണുമ്പോൾ വാപ്പാക്ക് എന്ത് സന്തോഷം. മോൻ അത് എൻ്റെ മകനാണ്. അഭിമാനിക്കാം, അതിൽ ഫഖർ കൊള്ളാം. നിങ്ങൾക്ക് അഭിമാനിക്കാം. നിങ്ങൾക്ക് എൻ്റെ മകൻ ആലിമാണ്, അഭിമാനിച്ചോളി. എൻ്റെ മകൻ ഖാരിയാണ്, അഭിമാനിക്കിൻ, അതിൽ സന്തോഷിക്കിൻ. എൻ്റെ മക്കൾ അള്ളാഹുവിന് വേണ്ടി ഇൽമു പഠിച്ചവർ, ആ ഒരു വഴിയിലാണ് അവർ ജീവിക്കുന്നതെന്ന് കേൾക്കുമ്പോൾ, ഹറാമ് തിന്നാത്തവരും ഹറാമ് കാണാത്തവരുമാണെന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ആ വാപ്പാക്ക് വലിയ സന്തോഷം. വാപ്പാടെ ബാധ്യത തീർന്നു അതോടുകൂടി.